Good morning. Good morning, all. Good morning. Good morning. Good morning, ma'am. Hi, ma'am. Good morning. Good morning. Good morning, all. Morning, ma'am. ഓക്കെ, നമ്മളിന്ന് ഞായറാഴ്ചയാണ് അല്ലേ? എല്ലാ ഞായറാഴ്ചകളും സാധാരണ ഇറ്റ്സ് മീ റിയൽമി എന്നുള്ള പ്രോഗ്രാമാണ് ഉണ്ടാവാറ്. ഷാഫി സാറിന്റെ ഒരു ഗസ്റ്റ് ഒക്കെ ആയിട്ടുണ്ടാവും അല്ലേ? Okay. ഓക്കെ, ഇന്ന് അഡ്വാൻസ്ഡ് പ്രോഗ്രാം നടക്കുന്നത് കൊണ്ട് തന്നെ ഇന്ന് പ്രോഗ്രാം ഉണ്ടായിരിക്കില്ല, പകരം നമ്മുടെ സെഷൻ ആയിരിക്കും കേട്ടോ. Okay. ഓക്കെ, ഹൗ യു? എല്ലാവരും എങ്ങനെയാ പോകുന്നു? കഴിഞ്ഞ ദിവസങ്ങളെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. Happy ആണ് ma'am. Happy ആണ്. Inshallah. ഓക്കെ, സന്തോഷം. അൽഹംദുലില്ലാ. സന്തോഷം സന്തോഷം. Alhamdulillah. ഗ്രേറ്റ്. ഉഷാർ. അതെ, അങ്ങനെ പോണം, ഉഷാറായിട്ട് പോണം, അടിപൊളിയായി പോണം അല്ലേ? Okay, ma'am. യെസ്. എല്ലാവരും മാക്സിമം വീഡിയോ ഓൺ ചെയ്യൂ. എല്ലാവരും വീഡിയോ ഓൺ ആക്കൂ. താങ്ക് യു. ഇനിയില്ലേ, ചായ കുടിക്കാം. മാക്സിമം പറ്റുന്നവരെല്ലാം ma'am. വീഡിയോ ഓൺ ആക്കൂ. അതെ, രാവിലെ കാൽച്ചായയുടെ ma'am. Okay, ma'am. 2 ദിവസമായി Okay. കണ്ടിട്ടല്ലേ? കുറച്ച് ദിവസമായി, 2-3 ദിവസമല്ല, ഏകദേശം ഒരാഴ്ചയൊക്കെ ആയി അല്ലേ? കഴിഞ്ഞ ശനിയാഴ്ചയാണ് നമ്മൾ ലാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നത്. ആൾമോസ്റ്റ് ഞാനും സിക്ക് തന്നെയായിരുന്നു. കഴിഞ്ഞ 2 ക്ലാസ്സിലും ഞാനും വയ്യാതിരിക്കന്നായിരുന്നു. പിന്നെ അത് അധികമാവുക ചെയ്തേ. പിന്നെ നമുക്ക് ഇവിടെ സാറിന്റെ സെഷൻസ് നടന്നുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. അതെ അതെ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ ഫുള്ള് സിക്ക് തന്നെയായിരുന്നു. ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു തന്നെ ഉണ്ടായിരുന്നുള്ളൂ, പനിയായിരുന്നു. പറഞ്ഞോ? ഒപ്പം മാറി. എന്തില്ല. അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് അതിന്റെ ഒരു ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ സുഖമായല്ലോ അല്ലേ? ഇപ്പൊ സുഖമായി. കാണാനുണ്ടല്ലോ അല്ലേ? അന്നും ആകെ ക്ഷീണിച്ചിട്ടായിരുന്നു ഇരുന്നേ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ഒരു എനർജി ഒന്നും വല്ലാതെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയാ മാഡം? അൽഹംദുലില്ലാ, എല്ലാം ശരിയായിരുന്നു. യെസ്. ഹലോ മാം, അപ്പോ ഈ EFT ആകുമ്പോ ആ. പനിയൊക്കെ സാധ്യത ഉണ്ടോ? അതൊക്കെ നമുക്ക് മാറ്റിക്കൂടെ? അത് നമ്മൾ പനി. ടാപ്പിംഗ് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പൊ മാം എന്താ ചെയ്യാതിരുന്നേ? ഞാൻ EFT ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് ചെയ്യണം. ഇല്ലല്ല, EFT ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ചെയ്യണം എന്നുള്ള പ്ലാൻ ഉണ്ട്. മറ്റുള്ള കുറച്ച് തിരക്കുകളായതുകൊണ്ട് അതിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് കാമായി അതിലേക്ക് തന്നെ ഇറങ്ങണം. അതെ ഞാനിപ്പോ മൾട്ടി ടാസ്കിങ് ചെയ്തോണ്ടിരിക്കണേ. അപ്പൊ അതിൽ നിന്നൊന്ന് ഏതെങ്കിലും ഒന്ന് റെഡി ആവട്ടെ, എന്നിട്ട് വേണം EFT-യിലോട്ട് ഇറങ്ങാൻ എന്നുള്ള പ്ലാനിലാണ്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് വേണം അല്ലെ? ശാന്തമായിട്ട് എടുക്കണം. അപ്പൊ ഞാനും അങ്ങനെ തന്നെ, എനിക്ക് സമയം കിട്ടുന്നില്ല. അങ്ങനെയാണ്. അത് എനിക്ക് അതാണ് നല്ലതെന്ന് തോന്നിയത് കൊണ്ടാണ്. കാരണം ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന കാര്യം മുഴുവൻ മൾട്ടി ടാസ്കിങ് ആണ്.
ഒരുപാട് കാര്യങ്ങളാ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പൊ അതിന്റെ ഇടയിൽ ഇത് ചെയ്യുമ്പോ എനിക്ക് തോന്നുന്നു ഇത് പക്ഷെ മാത്രമായിട്ട് അത് ചെയ്യാനൊരു അധികം ആഗ്രഹം. ഇതിലേക്ക് മാത്രം അല്ല ഇൻവോൾവ്മെന്റ് കൊടുത്തിട്ട് അല്ല ആ EFT ചെയ്ത ഈ കാര്യങ്ങൾ മൾട്ടി ടാസ്കിംഗ് ഒക്കെ മറ്റേ ഈസി ആവില്ലേ അല്ലേ? EFT ചെയ്ത് ഈസി ആവോ? കഴിഞ്ഞാലേ എല്ലാം സമയം ഈസി, കുറച്ച് വേണം ഒരുപാട് അല്ലേ? മാറ്റങ്ങൾ വരും. അതെ, ഒരുപാട് മാറ്റങ്ങൾ വരും. ഒരുപാട് ഞാനിപ്പോ സമയം മാറ്റി എന്താന്ന് വെക്കണം. വെച്ചാല് അതെ, ഉം. പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് ജോലികളുണ്ട്, ഉം. കുട്ടികളുണ്ട്, വീടുണ്ട്. എന്താ അപ്പൊ പഠിക്കുന്നത് ഇതെല്ലാത്തിന്റെ ഇപ്പൊ? ഇടയില് ഞാൻ ഞാൻ സൈക്കോളജി വീട് മാം എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വീട് എവിടെ? മണ്ണാർക്കാട്. മണ്ണാർക്കാടാണ്. ഞാൻ അതാ ചോദിച്ചേ. സുബൈദ മാമ? അതെ, മണ്ണാർക്കാട് എവിടെയാ? മണ്ണാർക്കാട് കോടതി റോഡിന് കുറച്ചുകൂടെ പോരണം, 5 കിലോമീറ്റർ, ചങ്ങലേരി. ആഹാ. ഞാൻ അവിടെ. ഓ അത് ശരി, ഞാൻ കോടതിപ്പടിയുണ്ട്. കോടതിപ്പടിയാ. അയ്യോ, കോടതിപ്പടി ആരോടത്തെ ഇൻസ്റ്റ എന്ന് പറയാൻ പറ്റുമോ? ഇനിഷ്യൽ ഇപ്പൊ എങ്ങനെ KPT പറയും? KPT. KPT അറിയാലോ. KPTയുടെ മകളാണോ? ആരോടത്തെ? ഓക്കെ, മരുമകളാണ്. KPT ഓക്കെ, അതിലേക്ക് നമുക്ക് പിന്നീട് വരാം ഇൻഷാ അള്ളാ. സുബൈറാക്ക, അതെ അതെ, ഒരുപാട് അവരൊക്കെ പേരുണ്ട് ഉണ്ടല്ലോ. ഇവിടെ. ഒരുപാട് പേരുണ്ട്. ഓക്കെ, ഞങ്ങളെ ഒരുപാട് പേരുണ്ട്. ഏകദേശം അടുത്തായിട്ട് ഓക്കെ വരും. ചങ്ങലേരി പള്ളിപ്പടിയാണ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് ഓക്കെ കടക്കാം മാം. അല്ലേ? അപ്പൊ നമ്മളൊരു നാട്ടുകാരാണ്. ദെൻ യെസ്. സന്തോഷം. ഓക്കെ, സന്തോഷം. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മള് നെഗറ്റീവ് ചിന്തകളെയും നെഗറ്റീവ് ആളുകളെയും എങ്ങനെ നേരിടാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. ഓക്കെ, നല്ല കാര്യം. നെഗറ്റീവ് ചിന്തകളെയും നെഗറ്റീവ് ആളുകളെയും എങ്ങനെ നേരിടാം. നമ്മൾ ഒരുപാട് നേരിടുന്ന ഒരു വിഷയമാണ്. എന്താണ് നമുക്ക് ചെയ്യുക? നമ്മളോട് മോശമായിട്ട് പെരുമാറുന്നു, നമ്മളോട് നെഗറ്റീവ് പറയുന്നു, നമ്മളോട് ദേഷ്യപ്പെടുന്നു, ഇതെല്ലാം നമുക്ക് നെഗറ്റീവായിട്ട് വരുന്നു. അതേപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ എപ്പോഴും എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല, ഇങ്ങനെയുള്ള ചിന്തകൾ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കും. നമ്മളെ തളർത്തി കൊണ്ടുപോകാൻ ഈ ഒരു ചിന്തകൾ ധാരാളം മതി. ഓക്കെ മാം. അല്ലേ? അപ്പൊ ഇതിന് ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താണ് വേണ്ടത്? നമ്മൾ അതിനെ നേരിടണം. അതെങ്ങനെ നേരിടാൻ പറ്റും? അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. ഓക്കെ, ഒന്നാമത്തെ കാര്യം സെൽഫ് അവയർനെസ് ആണ്. സെൽഫ് അവയർനെസ് എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പത്തെ സെഷൻസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് സെൽഫ് അവയർനെസ്. ഏതൊരു കാര്യത്തിനും നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് സെൽഫ് അവയർനെസ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് എന്താണ്? സ്ട്രെങ്ത് വേണം. നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മൾ അറിയണം, നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് നമ്മൾ അറിയണം, നമ്മുടെ സ്കില്ലുകൾ എന്താണെന്ന് അറിയണം. സെൽഫ് അവയർനെസ് എന്ന് പറയുമ്പോൾ അതാണ്, നമ്മളെ പറ്റി നമ്മൾ നല്ലപോലെ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മൾ നല്ലപോലെ അറിഞ്ഞിരിക്കണം, നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് നമ്മൾ നല്ലപോലെ അറിഞ്ഞിരിക്കണം. അതേപോലെ നമ്മുടെ സ്കില്ലുകൾ, നമുക്ക് പലതരം കഴിവുകൾ ഉണ്ടാവും. നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ടാവും, നമുക്ക് എഴുതാൻ കഴിയുന്നുണ്ടാവും, നമുക്ക് വരക്കാൻ കഴിയുന്നുണ്ടാവും, നമുക്ക് പലതരത്തിലുള്ള സ്കില്ലുകൾ ഉണ്ടാവും, പല ആർട്ട് പരമായിട്ടുള്ള സ്കില്ലുകൾ ഉണ്ടാവും. അല്ലേ? ഡ്രൈവ് ചെയ്യുന്നത് ഒരു സ്കില്ലാണ്. നന്നായിട്ട് ആക്റ്റീവ് ലിസൺ ചെയ്യാൻ പറ്റുക, നന്നായിട്ട് ഒരാളെ ശ്രദ്ധിച്ച് കേട്ടിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു കഴിവാണ്. അങ്ങനെ ഒരുപാട് കഴിവുകൾ നമ്മളിൽ ഉണ്ടാകും. അപ്പൊ കഴിവുകൾ എന്തെല്ലാം എന്നുള്ളത് നമ്മൾ എന്താണെന്നുള്ളത് നമുക്ക് അറിയണം. അപ്പൊ നമ്മുടെ സ്ട്രെങ്ത്, നമുക്ക് ഒരുപാട് കഴിവുകൾ, നമ്മുടെ സ്കില്ല്, സ്ട്രെങ്ത് ഇതെല്ലാം നമുക്ക് അറിയണം. അതുപോലെ നമുക്ക് കുറച്ച് വീക്ക്നെസ്സുകളും ഉണ്ടാകും. ചില കാര്യങ്ങൾ നമ്മുടെ വീക്ക്നെസ്സുകളാവും, ചിലത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ആ വീക്ക്നെസ് എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ നമ്മളെ പറ്റി നമ്മൾ നല്ലപോലെ, ഒന്നാമത്തെ കാര്യം അത് മനസ്സിലാക്കുക. നമ്മൾ എന്താന്നുള്ളത് നമുക്ക് ആദ്യം തിരിച്ചറിയണം. നമ്മൾ എന്താന്ന് നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ലാത്തൊരു കാര്യം വേറൊരാൾ പറയുമ്പോൾ നമുക്കത് വിഷയമല്ലാത്ത രീതിയിലായിരിക്കണം. നമുക്കത് ബാധിക്കാനൊന്നും പോകുന്നില്ല. കാരണം നമ്മൾ എന്താന്ന് നമുക്ക് നല്ലപോലെ അറിയാം. പിന്നെ എന്തിനാ നമ്മൾ മറ്റുള്ളവർ പറയുന്നതിനെ വിഷമിക്കണം, പേടിക്കണം എന്നുള്ളൊരു കാര്യം ആലോചിച്ചാൽ മതി. ഓക്കെ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, പെട്ടെന്ന് സൈലന്റ് ആയ പോലെ തോന്നി, ദാറ്റ്സ് വൈ.
ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒരു 5 മിനിറ്റിന് ഓഫ് ചെയ്യുന്നുണ്ട്. നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാം, ഇറ്റ്സ് ഓക്കെ. 5 മിനിറ്റിന് വേണ്ടി ഓഫ് ചെയ്യാണ് കേട്ടോ. എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് മാഡം, ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫോക്കസ്, എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യണം. നമ്മൾ അതിലേക്ക്, നമ്മുടെ സ്ട്രെങ്ത്തിലേക്കും നമ്മുടെ സ്കില്ലിലേക്കും നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല സെൽഫ് അവെയർഡ് ആയി മാറും. നമ്മളെ പറ്റി നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റും. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഐ ആം കേപ്പബിൾ ഓഫ്. നമുക്കൊരു നെഗറ്റീവ് തോട്ട് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എനിക്ക് ഒരുപാട് കഴിവുണ്ട്, ദെൻ ഐ ആം കേപ്പബിൾ ഓഫ്. എനിക്ക് എന്തൊക്കെയാണ് കേപ്പബിൾ ആയിട്ടുള്ള കഴിവുകൾ എന്തൊക്കെയാന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ പറഞ്ഞോ. ഓക്കെ, ഓക്കെ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മാഡം. ഓക്കെ. ഐ ആം കേപ്പബിൾ ഓഫ് എന്നുള്ള രീതിയിൽ നമുക്കൊരു നെഗറ്റീവ് തോട്ട് വരികയാണ്. ആ നെഗറ്റീവ് തോട്ട് വരുമ്പോൾ നമ്മൾ കേപ്പബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനോട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കഴിവുകൾ. എനിക്ക് ഇങ്ങനെ കഴിവുണ്ട്, എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ എന്നെ കൊണ്ട് പറ്റും. എനിക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു നെഗറ്റീവ് തോട്ട് നമുക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിക്കണം, എന്നെ കൊണ്ട് സാധിക്കും, എന്നെ കൊണ്ട് പറ്റും. ദെൻ നമ്മൾ എന്താണ് അതേപറ്റി എഴുതുക. എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത്, എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. പോസിറ്റീവായി ചിന്തിക്കും. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പൊ എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിച്ചിട്ട് ആ പറയുന്ന കാര്യം നമ്മൾ എഴുതുക. ജേർണലിംഗ് ചെയ്യുക എന്ന് കേട്ടിട്ടില്ലേ? സെയിം സാധനം നമ്മൾ എഴുതുക. ആ ഒരു സംഭവം നമ്മൾ എഴുതിയിട്ട് അത് ഡെയിലി നമ്മൾ വായിക്കുകയും ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് മുഴുവൻ എഴുതുക. എന്നിട്ട് അതേപോലെ അതിനെ വായിക്കുകയും ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മൾ ഡെയിലി ഇതിങ്ങനെ എഴുതും ചെയ്യാണ്, അത് വായിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഡെപ്തിലോട്ട്, നമ്മുടെ ഉള്ളിലോട്ട് ഇതിങ്ങനെ കയറിക്കൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിലോട്ട് ഇത് മുഴുവനായിട്ട് കയറുകയാണ്. ഓക്കെ. അങ്ങനെ കയറുമ്പോൾ നമുക്ക് ഈ വരുന്ന നെഗറ്റീവ് തോട്ടുകളെല്ലാം ഒരു പരിധി വരെ മാറ്റി നിർത്താൻ സാധിക്കും. ഓക്കെ. അടുത്തത് എന്താന്ന് വെച്ചാൽ ഡു ഗ്യാപ്പ് ഫ്രം നെഗറ്റീവ് പീപ്പിൾ. നെഗറ്റീവ് പറയുന്ന ആളുകളിൽ നിന്ന് ചെറിയ ഗ്യാപ്പ് ഇടുക. നമ്മളെ പിന്തിരിപ്പിക്കാന്, നമ്മളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. നമ്മൾ എന്ത് പറയുമ്പോഴും അതിനൊരു നെഗറ്റീവ് പറയാ. ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഐഡിയാസ് ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ തന്നെ അപ്പൊ തന്നെ പറയാം, എന്നെ കൊണ്ടൊന്നും പറ്റൂല, അല്ലെങ്കിൽ അതങ്ങനെ ശരിയൊന്നല്ല, അതങ്ങനെ പോവും, വേറെ എന്തെങ്കിലും ചെയ്യാവും നല്ലത്. എടുത്ത ചാടി റിപ്ലൈ തരും, അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന പണിക്ക് പോയാൽ പോരെ. ഈ രീതിയിൽ നമ്മളോട് എന്ത് ചെയ്യും, എപ്പോഴും നെഗറ്റീവ് പറയുന്നുണ്ടാവും. നമ്മളെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ നീ അതിനൊന്നും കേപ്പബിൾ അല്ല, നിന്നെ കൊണ്ട് അതിനൊന്നും സാധിക്കില്ല എന്നുള്ള നെഗറ്റീവ് രീതിയിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ അവരിൽ നിന്നും ഒരു ഗ്യാപ്പ് ഇടുക. അത് ഫിസിക്കൽ ഗ്യാപ്പ് വേണമെന്നില്ല, ഇമോഷണലി ഗ്യാപ്പ് ഇട്ടാലും മതി. ഓക്കെ. അപ്പൊ ഫിസിക്കൽ ഗ്യാപ്പ് വേണമെന്നില്ല, ഒരു ഇമോഷണൽ ഗ്യാപ്പ് ഇട്ടാലും മതി. അതായത് അവർ പറയുന്നുണ്ട്, അവർ പറഞ്ഞോട്ടെ, അവർ പറഞ്ഞാലും ഇതൊന്നും എന്നെ ബാധിക്കാൻ പോകുന്നില്ല. അത് അവര് പറഞ്ഞാൽ അതങ്ങനെ പോയി. ഞാൻ ഇതൊന്നും കേൾക്കാൻ പോകുന്നില്ല, ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. ഈ പറഞ്ഞതൊന്നും അല്ല ഞാന് കേപ്പബിൾ ഓഫ് എന്നുള്ളത് നമ്മൾ ദിവസം എഴുതുന്നു, വായിക്കുന്നു, നമ്മൾ നമ്മളെ തന്നെ ഉറപ്പുവരുത്തുന്നു. അപ്പൊ ഈ പറഞ്ഞതൊന്നുമല്ല ഞാൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ഐഡിയ ഉണ്ടായാൽ മതി. എന്നിട്ട് ഈ പറയുന്നവരെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വരുന്ന ഈ എല്ലാ തരം തോട്ട്സും ഇങ്ങനെ നെഗറ്റീവ് പറയുന്നവരോടാണെങ്കിൽ പറയാതിരിക്കാൻ നല്ലത്. മാക്സിമം അവരെ അറിയിക്കാതിരിക്കുക, മാക്സിമം അവരോട് കൺവേ ചെയ്യാതിരിക്കുക. അവരുമായിട്ടൊരു അകലം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം പാലിച്ചു കഴിയുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലോട്ട് വല്ലാതെ വരില്ല. അങ്ങനെ നമ്മളൊരു ഇമോഷണൽ ഗ്യാപ്പ് അവർക്ക് കൊടുക്കാം. അടുത്തത് എന്താന്ന് വെച്ചാൽ ഡോണ്ട് ഓവർ അനലൈസ്. കൂടുതലായിട്ട് ഓവറായിട്ട് അനലൈസ് ചെയ്യാതിരിക്കുക. ഇപ്പൊ അവര് നമ്മളോട് ഒരാൾ നെഗറ്റീവായിട്ട് ഒരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളെ നെഗറ്റീവ് അടിപ്പിച്ചു എന്ന് കഴിഞ്ഞിട്ട് ഓക്കെ അങ്ങനെയാണോ, ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ അതിനിപ്പോ തന്നെ കാട് കയറി ചിന്തിച്ചു പോകും അല്ലേ.
ഇനിയിപ്പോ അവര് പറഞ്ഞത് ശരി തന്നെയാണോ, എന്തെങ്കിലും കാര്യമില്ലാണ്ട് ഇപ്പൊ അങ്ങനെ പറയോ? പിന്നെ അങ്ങനെ കാട് കയറി ചിന്തിച്ച് എന്താവും, ഇങ്ങനെ പറഞ്ഞോണ്ടേ നമ്മളിങ്ങനെ ചിന്തിച്ചോണ്ടേ ഇരിക്കും. അപ്പൊ അങ്ങനെ ചിന്തിച്ചോണ്ടേ ഇരിക്കാതെ ബിലീവ് യുവർ സെൽഫ്. നമ്മൾ എന്താണെന്ന്, നമ്മൾ സെൽഫ് അവെയർഡ് ആണ്, നമ്മൾ എന്താണെന്ന് നമുക്ക് നല്ലപോലെ അറിയാം. നമ്മൾ നമ്മളിൽ വിശ്വസിക്കാം. അവര് പറഞ്ഞതിലൊന്നും നമ്മൾ വിശ്വസിക്കാൻ നിൽക്കണ്ട. നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മളാണ്. അതിന് നല്ലൊരു വിശ്വാസം കൊടുക്കാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ മാം. നമ്മളിൽ വിശ്വസിക്കുക ഓക്കെ, അല്ലേ? അപ്പൊ അങ്ങനെ എന്താണ്, നമ്മളിൽ വിശ്വസിക്കുക, നമ്മുടെ കഴിവുകളില് വിശ്വസിക്കുക, നമ്മുടെ സ്കില്ലുകളിൽ വിശ്വസിക്കുക, നമ്മൾ കേപ്പബിൾ ആണ് എന്നതിൽ വിശ്വസിക്കുക. നമ്മളെ കൊണ്ട് എല്ലാം സാധിക്കും. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിലെല്ലാം നമ്മൾ വിശ്വസിക്കുക. അതല്ല എന്ന് മറ്റൊരാൾ പറഞ്ഞതുകൊണ്ട് നമ്മൾ അങ്ങനെ ആവില്ലല്ലോ എന്നുള്ളൊരു വിശ്വാസം ഉറച്ചുണ്ടാവുക. അത് ഉണ്ടാവും. ഡെഫിനറ്റ്ലി പരാജയം കാണുമ്പോ നമ്മളെ വീണ്ടും വീണ്ടും നമ്മളെ എന്താ പറയാ പിന്തിരിപ്പിക്കാനും അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്താനൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാകും. അതെല്ലാം അതിന്റെ വഴിക്ക് വിടുക. നമ്മള് ഉറച്ചു വിശ്വസിക്കുക. പരാജയം എന്നുള്ളത് നമ്മൾ വീണ്ടും ജയിക്കാനുള്ള സാധ്യതയാണ്, അല്ലെങ്കിൽ അതിന്റെ വഴിയാണ് നമുക്ക് മുന്നിലുള്ളത്. നമ്മൾ അന്നും അപ്പൊ മനസ്സിൽ കരുതുക, വിജയിക്കുന്നൊരു ദിവസം വരും. ആ ദിവസം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വന്ന് നിൽക്കും. അന്നും ഇതൊക്കെ തന്നെ പറയണമെന്ന് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ലേ, നമ്മുടെ മനസ്സിൽ പറയാനുള്ള ഒരു തൊലിക്കട്ടി ഉണ്ടായാൽ മതി. ഞാനിതെല്ലാം നേരിട്ട് ഇതിനെല്ലാം ഓവർകം ചെയ്ത് ഞാൻ വിജയിച്ച് ഞാന് സക്സസ്ഫുൾ ആയി, ഞാൻ വിചാരിച്ച കാര്യം നേടി, ഞാനൊരു പവർഫുൾ ആയി മാറുന്ന ഒരു ദിവസം വരും. അന്നും ഇതൊക്കെ തന്നെ പറയണം കേട്ടോ എന്നുള്ള ഒരു മൈൻഡ് നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. ആ ഒരു ചിന്ത, ആ ഒരു ബിലീഫ് ഒക്കെ നമുക്ക് ഉണ്ടായാൽ മതി. അതാണ് പറയുന്നത്, നമ്മളെ ഏത് രീതിയിൽ തളർത്തിയാലും തളരാൻ നമ്മൾ നിന്ന് കൊടുക്കരുത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഓവർ അനലൈസ് ചെയ്യാതിരിക്കുക. ഇമോഷണൽ റെസിലിയൻസ് എന്ന് പറയും, അതായത് തൊലിക്കട്ടി, കുറച്ച് തൊലിക്കട്ടിയൊക്കെ നമുക്ക് വേണം അല്ലേ? ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും തളർന്നു പോകാൻ തക്കവണ്ണം എന്താ പറയാ അങ്ങനത്തേതാവരുത്. നമുക്ക് അത്യാവശ്യം കുറച്ചൊരു സ്ട്രെങ്ത്തും എന്നൊക്കെ വേണം. തൊലിക്കട്ടി എന്ന് പറയും പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ. എന്ത് സംഭവിച്ചാലും നമ്മളെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. അതെ, ഗഡ്സ് തന്നെ. അതെ, അതന്നെയാ. ഞാൻ പച്ചമലയാളത്തിലാണ് പറഞ്ഞത് തൊലിക്കട്ടി എന്നുള്ളത്. എന്ത് പറഞ്ഞാലും പച്ചമലയാളത്തിൽ നമ്മൾ അങ്ങനെ പറയും, കുറച്ച് തൊലിക്കട്ടിയൊക്കെ വേണമെന്ന് പറയും. നമ്മളെ ബാധിക്കൂല, നമ്മളെ അതൊന്നും ബാധിക്കൂലേ എന്ന് പറഞ്ഞിട്ട് അല്ലേ? അതെ, എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ അതൊന്നും ബാധിക്കാൻ പോകുന്നില്ല അല്ലേ? അപ്പൊ ഈ രീതിയിൽ എന്ത് വേണം, ഒരു ഗഡ്സ് ഒക്കെ വേണം, മൈൻഡ് പവർ നമുക്ക് ഉണ്ടാവണം. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അങ്ങനെ നമ്മൾ എപ്പോഴും ആ ഒരു രീതിക്ക് മുന്നോട്ട് പോവുക. ഡീപ്പ് ബ്രെത്ത് എപ്പോഴും. അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് ഈ തൊലിക്കട്ടി ഉണ്ടാവാൻ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴൊക്കെ നമ്മൾ ഡീപ്പ് ബ്രെത്ത് എടുക്കുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അതിനും കുറെ ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സ് ഞാൻ ഈ ക്ലാസ്സിന്റെ അവസാനം ആകുമ്പോഴേക്കും ഞാൻ ഓരോ ടെക്നിക്കുകൾ പറഞ്ഞു തരാം. ഇതിനൊക്കെ യൂസ് ചെയ്യേണ്ട ടെക്നിക്സ് ഉണ്ട്. ഈ ഡീപ്പ് ബ്രെത്ത് എടുക്കാനൊക്കെ ഒരു ടെക്നിക്ക് ഉണ്ട്. അപ്പൊ അത് നമുക്ക് പറഞ്ഞുതരാം. അതായത് ഡീപ്പ് ബ്രെത്ത് നമുക്ക് ഈ പറയുന്ന സമയത്ത്, അതായത് ഒരു 90 സെക്കൻഡ് റൂൾ എന്നാ പറയാ. ഈ 90 സെക്കൻഡ് റൂള്, അതായത് 90 സെക്കൻഡ് വരെ നമ്മൾ ഡീപ്പ് ബ്രെത്ത് എടുത്തോണ്ടേ ഇരിക്കുകയാണെങ്കിൽ ആ 90 സെക്കൻഡ് അല്ലെങ്കിൽ ആ പറഞ്ഞ ഒരു കാര്യം പിന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഏൽക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ അവർ പറഞ്ഞതുകൊണ്ട് നമ്മളൊരു വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. ഈ ഡീപ്പ് ബ്രെത്ത് ആ വരുന്ന ആ ഒരു നെഗറ്റീവിനെ തട്ടി മാറ്റി കളയുന്ന പറയാ. ദാറ്റ് ഈസ് 90 സെക്കൻഡ് റൂള്. അതിനാണ് ആ ഒരു 90 സെക്കൻഡ്, അതായത് ഏകദേശം 1.5 മിനിറ്റോളം ഡീപ്പ് ബ്രെത്ത് എടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്ന സാഹചര്യങ്ങളിൽ, നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ വരുന്ന സാഹചര്യം, ഭയങ്കരമായിട്ട് നെഗറ്റീവ് തോട്ട്സ് വരുന്ന സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡീപ്പ് ബ്രെത്ത് എടുക്കാൻ പറ്റും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ ഒരു എന്താ പറയാ, നമ്മളിങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന പോലെ, നമ്മളിങ്ങനെ ചുറ്റി നിൽക്കുന്ന മാതിരി ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും.
ഓക്കെ ഓക്കെ മാം. ഓക്കെ ദെൻ സെലിബ്രേറ്റ് സ്മാൾ സക്സസ്. നമ്മുടെ ചെറിയ ചെറിയ സക്സസ്സുകളെല്ലാം സെലിബ്രേറ്റ് ചെയ്യുക. ഉം. നമുക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ എത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ വിജയം ആഘോഷിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. പക്ഷെ നമുക്കുണ്ടാവുന്ന ചെറിയ ചെറിയ സക്സസ്സുകളെല്ലാം നമ്മളിങ്ങനെ എന്താ ചെയ്യുക, നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് തന്നെ ട്രീറ്റ് കൊടുക്കുക. ചെറിയൊരു ഗിഫ്റ്റ് നമുക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് തന്നെ സെർവ് ചെയ്യാം, നമ്മുടെ വീട്ടിലെല്ലാവർക്കും കൊടുക്കാം. ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് ഒരു ട്രീറ്റ് ആണ്. നമ്മൾ പൈസ കൊടുത്ത് ഒരുപാട് വലിയ സംഭവം ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ്, സ്പെഷ്യൽ ഫുഡ് വീട്ടിലുണ്ടാക്കുന്നതും ഒരു ട്രീറ്റ് ആണ്. അങ്ങനെ ചെറിയ രീതിയിൽ നമുക്ക് ചെറിയ സക്സസിനെ പോലും സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിലായി കഴിയുമ്പോൾ നമുക്ക് ഒരു എന്താ പറയാ, വീണ്ടും വീണ്ടും ചെയ്യാനൊക്കെ ഉള്ള ഒരു ഉത്സാഹം കൂടുമെന്നൊക്കെ പറയില്ലേ. നമുക്കൊന്നുകൂടി താല്പര്യമായിരിക്കും ഇതുപോലെ എപ്പോഴും ചെയ്യണം, അപ്പൊ വീണ്ടും ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം, അപ്പൊ ഞാൻ ഇനിയും ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ രീതിയിൽ നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്യാൻ ഒരു തക്കവണ്ണം ഒരു കാരണം ഈ ഒരു സ്മാൾ സെലിബ്രേഷൻ നമുക്ക് തരും. ഉം. ഓക്കെ ദെൻ ഓക്കെ മാം. മെഡിറ്റേറ്റ് എവറി മോർണിംഗ്, എക്സസൈസ് ഡെയിലി. അത് നമ്മൾ ഒരു കാര്യം നമ്മളിപ്പോൾ ഡെയിലി ചെയ്യുന്നുണ്ടല്ലേ, ഒരു ഹാഫ് ആൻ അവർ മെഡിറ്റേഷൻ എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. നല്ല മാറ്റം വരുന്ന പറയാം. അത് നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. അപ്പൊ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എക്സസൈസ് എവറി മോർണിംഗ്, ഒരു ഹാഫ് ആൻ അവർ അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. എക്സസൈസ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ ബോഡി നല്ലപോലെ വിയർക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ആയി പോകും. നമുക്ക് ഡോപ്പമൈൻ എന്ന് പറയുന്ന ഹോർമോൺസ് ഒക്കെ നമ്മുടെ ഇതില് ബോഡിയിൽ കൂടുതലായിട്ട് വരും. സന്തോഷം കൂടുതലായിട്ട് ലഭിക്കും. നമ്മുടെ ടെൻഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കുറഞ്ഞു വരും. എക്സസൈസ് ഇതിനൊരു ഹെൽപ്പ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ നല്ലപോലെ നമ്മൾ ഇതിനെ ഹെൽപ്പ് ചെയ്യും. എക്സസൈസ് നല്ല ബോഡി വേർക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഡെയിലി എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം സ്ട്രെസ് ഒക്കെ കുറക്കാൻ സാധിക്കും. ഉറക്കമില്ലാത്തവരാണെങ്കിൽ ആ ഉറക്കത്തിന്റെ പ്രശ്നം മാറ്റാൻ സാധിക്കും. ഓക്കെ മാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് മെഡിറ്റേറ്റ് എവരി മോർണിംഗ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എക്സസൈസ് എവരി മോർണിംഗ് ഡെയിലി എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുക. ഒരു അരമണിക്കൂർ നടക്കുകയെങ്കിലും ചെയ്യുക. പറ്റുന്നവര് ജിമ്മിൽ പോകാൻ നമുക്ക് പറ്റുന്നവരൊക്കെ അങ്ങനെ പോകും. അതല്ലെങ്കിൽ നടക്കാൻ സാധിക്കുന്നവര് നടക്കാം. നമുക്ക് എനർജി ഇങ്ങനെ കുറച്ചൊക്കെ ലെവൽ ഇങ്ങനെ കൂടി വരികയെന്നുണ്ടോ, അതിന്റെ ഇടയിൽ പെട്ടെന്ന് പിന്നീട് ഡള്ളാകുന്ന കാര്യങ്ങൾ വരുമ്പോ അപ്പൊ എന്താ ചെയ്യാ? പെട്ടെന്ന് വീണ്ടും ആ പഴയ കാര്യങ്ങൾ തന്നെ അതിന് നമ്മൾ അതിന് ആവർത്തിക്കപ്പെടുന്നു. ടെക്നിക്സ് ഉണ്ട്, ഞാൻ പറയാം. ആ അതിന് ടെക്നിക്സ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിന് മുമ്പ് ഞാൻ ഓക്കെ ഇവിടെ മാം. വേറൊരു ചാറ്റ് ബോക്സ് മെസ്സേജ് കണ്ടിരുന്നു. നമ്മെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല. അതിലൊരു പ്രശ്നവും നമ്മളെ ബാധിക്കില്ല. പക്ഷെ നമുക്കൊരു റീസൺ കാണാത്ത പ്രശ്നങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ഉണ്ടാവരുത്. നമ്മുടെ എന്ത് തരം പ്രശ്നമാണോ അതിനൊരു റീസൺ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ഒരു റീസണും ഇല്ലാണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിന് നമ്മൾ സെൽഫ് അവെയർഡ് ആയിരിക്കണം. നമ്മുടെ പ്രശ്നത്തിന്റെ റീസൺ നമ്മൾ കണ്ടുപിടിക്കണം. then everything will be smooth. നമുക്ക് എന്താണ് പ്രശ്നം? എനിക്കിപ്പോ വിഷമം വരുന്നു, എന്തുകൊണ്ട് എനിക്ക് വിഷമം വന്നു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. എനിക്കിപ്പോ ഞാൻ സ്ട്രെസ്ഡ് ആയി പോവാണ്, എനിക്ക് ആങ്സൈറ്റി ആണ്, എനിക്ക് പേടിയുണ്ട്, എനിക്ക് എന്തുകൊണ്ട് പേടി വരുന്നു, എന്തിനാണ് എനിക്ക് പേടി, ഇതെല്ലാം നമുക്ക് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ പ്രശ്നങ്ങൾ വരുന്നേ. എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ പേടിയാണ്, ആ പേടി കൊണ്ടാണ് ഞാൻ അതിലായിട്ട് തുടങ്ങാത്തത്. ഇപ്പൊ എന്തുകൊണ്ട് ആ പേടി വന്നു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അപ്പൊ അത് അങ്ങനെ ഉണ്ടാവരുത്. റീസൺ എന്താണ് ആൾവേസ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുക, നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക, സെൽഫ് ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു റീസൺ എന്താന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോ അതിനാണ് സെൽഫ് അവയർനെസ് വേണമെന്ന് പറയുന്നത്. നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ സ്കിൽസും നമ്മുടെ വീക്ക്നെസ്സും എല്ലാം നമ്മൾ നല്ലപോലെ അറിഞ്ഞിരിക്കണം. എല്ലാം അറിയണം. ഗുണങ്ങൾ മാത്രമല്ല, നമ്മുടെ കഴിവുകളും നമുക്ക് പറ്റാത്ത കാര്യങ്ങളും എല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം.
അപ്പൊ നമുക്ക് ഈ ഒരു നമുക്ക് വരുന്ന ഈ പ്രശ്നങ്ങളുടെ റീസൺ എന്താണെന്നുള്ളതും കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നമ്മൾ നമ്മളോട് സംസാരിച്ചിട്ട് ആ തീരുമാനം എടുക്കണം. എന്താണ് റീസൺ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അതിന് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, ദെൻ ഞാൻ ഈ മാം പറഞ്ഞതിന്റെ പോലെ അങ്ങനെ ഒരു വിഷമം നമ്മൾ നല്ല സ്മൂത്ത് ആയിട്ട് പോവുകയാണ്, പക്ഷെ പെട്ടെന്ന് നമുക്കൊരു വീണ്ടും ഒരു പ്രശ്നം വരുന്നു, നമ്മൾ ഡള്ളായി പോകുന്നു. ഈ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും? 5 4 3 2 1 ടെക്നിക് എന്ന് പറയും. ഞാനിപ്പോ ഗ്രൗണ്ടിങ് ടെക്നിക് 5 4 3 2 1. യെസ്, അതുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങള് നമ്മൾ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ എങ്ങനെയൊക്കെ സ്മൂത്ത് ആയി പോവുകയാണെങ്കിലും ചില കാര്യങ്ങൾ വരുമ്പോൾ വീണ്ടും ഡൗൺ ആയി പോകുന്നു. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി വീണ്ടും ബുദ്ധിമുട്ടുന്നു. ഇങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിൽ എന്നും ഒരുപോലെ പോവില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ അതിനെ ഓവർകം ചെയ്യണം. നമ്മൾ മനസ്സിലാക്കണം എന്താണ് സാഹചര്യം എന്നുള്ളത്, അതിനെ ഓവർകം ചെയ്യണം. അപ്പൊ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് 5 4 3 2 1 ഗ്രൗണ്ടിങ് ടെക്നിക് എന്നാ പറയാ. അതായത് നമുക്ക് നെഗറ്റീവ് തോട്ട്സുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നമുക്ക് നെഗറ്റീവ് ചിന്തകൾ വരുമ്പോ, വിഷമം വരുന്ന സാഹചര്യങ്ങളിൽ എന്താന്ന് വെച്ചാല് അങ്ങനെ 5 4 5 കാര്യം 3 2 1 3 2 1 5 മുതൽ 1 വരെ അല്ലേ? ഓക്കെ, അപ്പൊ 5 അതായത് ആദ്യം ചെയ്യേണ്ടത് 5 കാര്യങ്ങൾ വിച്ച് യു ക്യാൻ സീ, നമുക്ക് കാണാൻ പറ്റുന്ന, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന 5 കാര്യങ്ങൾ എഴുതുക. വിഷമം വരുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന 5 കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം എഴുതുക. അടുത്തത് നമുക്ക് തൊടാൻ പറ്റുന്ന 4 കാര്യങ്ങളെ എഴുതുക. വളരെ സിമ്പിൾ ആണെന്ന് തോന്നും, പക്ഷെ പവർഫുൾ ആണ്. ഇത് ചെയ്ത് കഴിയുമ്പോഴാണ് അതിന്റെ ഒരു പവർഫുൾ. തൊടാൻ പറ്റുന്ന 4 കാര്യങ്ങൾ എഴുതുക. നമുക്ക് കേൾക്കാൻ പറ്റുന്ന 3 കാര്യങ്ങൾ എഴുതുക. സ്മെല് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ എഴുതാം. ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 1 കാര്യം എഴുതാം. ഈ ഒരു ഓർഡറിൽ ഇത് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ നെഗറ്റീവ് തോട്ട് ഡിലീറ്റ് ആയി പോകുന്ന അറിയാം. നമുക്ക് വന്നിട്ടുള്ള നെഗറ്റീവ് തോട്ട് ഡിലീറ്റ് ആയി പോകും. ഗ്രൗണ്ടിങ് ടെക്നിക്കാണത്. സൈക്കോളജിയിലൊക്കെ യൂസ് ചെയ്യുന്ന, നമ്മള് എന്താ പറയാ, കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി CBTയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണത്. ഈ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോ 3 കാര്യങ്ങൾ, നമുക്ക് കേൾക്കാൻ പറ്റുന്ന 3 കാര്യങ്ങൾ എഴുതാം. നമുക്ക് വരുന്ന ഈ നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കൂലേ ഇതൊക്കെ ചെയ്യുന്ന 5 to 1 ടെക്നിക്ക് ചെയ്യുന്നത്? അതെ അതെ, യെസ്. അതിൽ നിന്നും നമ്മൾ ശ്രദ്ധ തിരിഞ്ഞ് നമ്മൾ ഇതിലേക്ക് ഫോക്കസ് കൊടുക്കണം. then അത് മാഞ്ഞു പോകും, അത് പോവും. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ തുടങ്ങണം. മാം ഫസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരോ 5 കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെയൊക്കെയാണ്? പറയാം. തൊടാൻ പറ്റുന്ന 5 കാണാൻ പറ്റുന്ന 5 കാര്യങ്ങൾ, തൊടാൻ പറ്റുന്ന 4 കാര്യങ്ങൾ, കേൾക്കാൻ പറ്റുന്ന 3 കാര്യങ്ങൾ, സ്മെൽ ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ, then ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, കേൾക്കാൻ പറ്റുന്ന കാര്യം അല്ലേ? അതാ ഞാൻ മറ്റേ സ്മെല്ലായിരിക്കണം. ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ്. കേൾക്കാം. യെസ്, ഗുഡ് മോർണിംഗ്. ഇവര് ഇപ്പൊ ഈ ചോദ്യങ്ങൾക്കൊക്കെ ശരിക്ക് റെഗുലർ ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏറെക്കുറെ, അല്ലെങ്കിൽ ഏർലി മോർണിംഗ് പ്രേയേഴ്സ്, അതോടൊപ്പം തന്നെ മെഡിറ്റേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നെഗറ്റീവ് തോട്ട്സ് ഏറെക്കുറെ ഇല്ലാതാകും. ഏറെക്കുറെ ഇല്ലാതാകും. മെഡിറ്റേഷൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് തന്നെ നല്ല മാറ്റം വരും. ഡെയിലി പ്രാക്ടീസ് മെഡിറ്റേഷൻ ചെയ്യാൻ തന്നെ നല്ല മാറ്റം വരും. ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ സെൽഫ് അവെയർഡ് ആയിരിക്കണം. എപ്പോഴും നമ്മൾ സെൽഫ് അവെയർഡ് ആയിരിക്കണം. സെൽഫ് അവെയർഡ് ആവുന്നതോറും നമുക്ക് നമ്മളെ പറ്റി നല്ല പോലെ അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോഴും നമുക്കറിയാം ഇതിലൊന്നും കാര്യമില്ല, അല്ലെങ്കിൽ ഇത് എങ്ങോട്ടാണ്, ഇത് എന്താണ്, ഇങ്ങനെയൊക്കെ നമ്മൾ സെൽഫ് ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറെയൊക്കെ
നമുക്ക് അതെ ഹീൽ ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ പിന്നെയും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായ രീതിയിൽ നെഗറ്റീവ് തോട്ട് വീണ്ടും വരുന്ന സാഹചര്യങ്ങൾ ആ ഒരു മൊമെന്റിൽ നമുക്ക് അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്നിക്ക് യൂസ് ചെയ്യുക. ആ ഒരു മൊമെന്റ് നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ ഡൈവേർഷൻ കൊടുക്കുകയാണ്. നമ്മളിലേക്ക് കയറി വരാതെ ഈ ഒരു കാര്യത്തിനെ ഡൈവേർഷൻ കൊടുത്തിട്ട് ലാസ്റ്റ് പറഞ്ഞ എന്താ കേട്ടില്ല. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ടേസ്റ്റ്. ഇതൊക്കെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന പോലെയാണ്. കാരണം ഇതെല്ലാമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓർത്തെടുത്ത് നമ്മൾ ഒന്നുകൂടി ഉറപ്പ് വരുത്തുകയാണ്. എനിക്കിതൊക്കെ സാധിക്കുന്നുണ്ടല്ലോ, എനിക്കിതൊക്കെ പറ്റുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാ എന്ന് പറയുന്ന പോലെ ഇത് നമ്മളെ ഒന്ന് ഉറപ്പിക്കുകയാണ്, നമ്മളോട് തന്നെ ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതെ അതെ, ഓക്കെ മാം. ദെൻ അടുത്തത് എന്താണ്? സ്റ്റോപ്പ് മെത്തേഡ് ആണ്. നമുക്ക് അതിയായ വിഷമം വരുന്ന സാഹചര്യങ്ങളിൽ ഇതുപോലെ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റോപ്പ് മെത്തേഡ്. സ്റ്റോപ്പ് മെത്തേഡ്. അതെന്താ? പറയാം. അതെ, നമ്മളെ കാണുന്നവർക്ക് നമ്മളെ പറയുന്ന പോലെ എന്താ പറയാ, ഒരുപാട് നെഗറ്റീവ് ആയിട്ടൊക്കെ ചിന്തിച്ചാലും നമ്മുടെ നമ്മുടെ മനസ്സിന്റെ ഉള്ളില് നമ്മളില് ഇതൊന്നും ബാധിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതൊരു മെന്റൽ സ്ട്രെങ്ത് ആണ്, മെന്റൽ റെസിലിയൻസ് ആണ്, ഇമോഷണൽ റെസിലിയൻസ് ആണ്. നല്ല രീതിയിൽ നമുക്ക് പവർ വേണം അതിന്. നമ്മളെ അത് നല്ലപോലെ ബാധിച്ചു കഴിയുമ്പോഴാണ് എല്ലാം താറുമാറാവുന്നത്. മറ്റുള്ളവർക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നി ഇങ്ങനെ തോന്നി ഇതൊന്നും നമ്മൾ വിഷയാക്കുന്ന കാര്യമല്ല. നമ്മളെ ബാധിക്കുന്നില്ല, നമ്മൾ ഓക്കെ ആണെന്നുള്ളത് നമ്മൾ ഒരു ഉറപ്പ് വരുത്താണ് വേണ്ടത്. വളരെ നല്ല കാര്യമാണ് അങ്ങനെ ചെയ്യുന്നത്. അതാണ് എപ്പോഴും വേണ്ടത്. അതായത് നമ്മളെ തന്നെ സ്ട്രോങ് ആക്കി നിർത്തണം. എവറിത്തിങ്, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം വേണം. നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകള്, നെഗറ്റീവായിട്ട് നമ്മളെ ആരെങ്കിലും പറയുന്നത്, ഇതൊന്നും നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു നമ്മളിലുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവണം. ആളുകൾക്ക് എന്തും പറയാലോ, ആർക്കും എന്തും എങ്ങനെയും പറയാം. നമുക്കിതൊന്നും തടഞ്ഞു നിർത്താൻ സാധിക്കില്ല. ഞാൻ പറയുന്നു, അവിശ്വാസത്തിലും പിന്നെ അതുപോലെ തന്നെ അയ്യുറപ്പിലും ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എനിക്കതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരുപാട് പരീക്ഷണങ്ങളാവട്ടെ, ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഫിസിക്കലായിട്ട് പരീക്ഷണം നേരിടുന്നുണ്ട്, അതുപോലെ തന്നെ ജീവിതത്തിൽ റിയലായിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട്. അതേ സ്ഥാനത്ത് ഇപ്പോ പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ സൈലന്റ് ആണ്, എല്ലാം റാഹത്താണ്. പക്ഷേ ഈ ഞാൻ പറഞ്ഞില്ല, അർദ്ധ സെഞ്ചുറി കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ ഒരുപാട് പേര് ഈ പറഞ്ഞ തന്നെ പ്രയാസങ്ങളും പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് അവരെ മോട്ടിവേഷൻ ചെയ്തൊരു വ്യക്തി എന്ന നിലക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ട് നമ്മളെ ഇത് ബാധിച്ചെന്നുള്ളതിൽ നമുക്ക് തീരെ ഒരു രൂപവും കിട്ടാത്ത. അതാ ഞാൻ ചോദിച്ചത്, അത് ഏതൊരു രൂപമായിരിക്കും നമ്മളെ മനസ്സിന്റെ? എങ്ങനെ ഈ പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണോ? ബാധിച്ചിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 8 വയസ്സ് വരെ നിലത്തെഴിഞ്ഞൊരു വ്യക്തിയാ. നടക്കാൻ പറ്റില്ലായിരുന്നു, പോളിയോ ബാധിച്ചതാ. 8 വയസ്സിന് ശേഷം വർഷങ്ങളോളം ചികിത്സ ചെയ്തു. അപ്പൊ കാല് ഇതെല്ലാം ഈ ബെൻഡായിട്ട് അതൊക്കെ പച്ചയിൽ നിർത്തി ഉഴിച്ചലെല്ലാം നടത്തി ശാരീരികമായിട്ട് ആദ്യ വേദന ആത്യന്തം, പിന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ സഹിച്ച വേദന ഓർമ്മ വെച്ച നാള് മുതൽക്ക്. അപ്പൊ അതുപോലെ തന്നെ വളർന്നു വന്നു. പിന്നെ വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞിട്ടില്ല. വിദ്യാഭ്യാസം നേടാൻ ആകെ 2ാം ക്ലാസ് 3ാം ക്ലാസ് നമ്മളെ നിർബന്ധം കൊണ്ട്, നമ്മളെ സ്വന്തം നിർബന്ധം കൊണ്ട്. കാരണം നടന്നു പോകുമ്പോൾ വീഴും, പിന്നെ വീട്ടിൽ കിടക്കും, വീണ്ടും എണീറ്റ് പോകും. അപ്പോ അങ്ങനെ കുറഞ്ഞ വിദ്യാഭ്യാസം. പിന്നെ വീട്ടിലിരുന്ന് തന്നെ നമ്മളെ സ്വന്തം നിർബന്ധം കൊണ്ട് ഈ ഹോസ്റ്റലായിട്ട് ഇംഗ്ലീഷ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ സ്വന്തം പഠിച്ചു. പിന്നെ പുസ്തകങ്ങള് ഇഷ്ടംമാതിരി പുസ്തകം വായിക്കായിരുന്നു, മലയാള പുസ്തകങ്ങള്. അപ്പൊ അതിൽ നിന്നല്ല നമ്മള് സ്വയം മാനസിക കരുത്താർജിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്ന നമ്മള് പലര പ്രശ്നങ്ങൾ നമ്മളെ അടുത്ത് നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കൊടുക്കും, പ്രശ്നങ്ങളെല്ലാം പറയും. അപ്പൊ നമ്മളൊരു മോട്ടിവേറ്റർ ആയിരുന്നു.
ആ ചുരുക്കി പറഞ്ഞാല് നമ്മളെ സുഹൃത്തുക്കളുടെ ഇഷ്ടംമാതിരി ഫ്രണ്ട്സുകളുണ്ട്, അവര് ഗൾഫിലുണ്ട്. അപ്പം കഴിഞ്ഞ വർഷമാണ് അവര് പറഞ്ഞു ഒന്ന് ഗൾഫിലേക്ക് വരണം. അങ്ങനെ അവരെ റിസ്കില് ഒരു 3 രാഷ്ട്രം സന്ദർശിച്ച് ഒരു മാസം കൊണ്ട് ഖത്തർ, ബഹ്റൈന്, സൗദിയ അവിടെല്ലാം പോയി ഉംറയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് അന്ന് രാത്രി മുതൽ ഉറക്കം നഷ്ടപ്പെട്ടു. മാഡത്തിന് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ പെട്ടെന്ന് വന്ന ഒരു ഇല്ലെങ്കിൽ മനസ്സിലായി. നമ്മളെ ജീവിതത്തിൽ പരീക്ഷണം നേരിട്ടിട്ടോ പരീക്ഷണങ്ങളെല്ലാം ഒരുപാട് കഴിഞ്ഞു പോയതാ. കാരണം ഒരു കല്യാണം കഴിച്ച് അവരെ പെൺവീട്ടുകാരെ പറ്റിച്ചവര് ഇതായിരുന്നു. അപസ്മാരമുള്ള ഒരു പെണ്ണിനെ എന്നെ കൊണ്ട് കെട്ടിച്ചു. അപ്പോ ഞാനത് ഒഴിവാക്കേണ്ടി വന്നു. പിന്നെ രണ്ടാമത് കല്യാണം കഴിച്ച അൽഹംദുലില്ലാഹ് റാഹത്താണ്. 2 കുട്ടികളുണ്ട്. ഒരുത്തൻ ഡിഗ്രി പൂർത്തിയായി കഴിഞ്ഞു. ഒരുത്തൻ 8ാം ക്ലാസ് പഠിക്കുന്ന. സ്വന്തം വീടുണ്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇപ്പോഴത്തെ ജീവിതത്തിൽ. അതേ സ്ഥാനത്ത് മാനസിക പ്രശ്നം വന്നത് ഇതൊന്നും ഇല്ലാത്ത, ഈ വിഷയങ്ങളൊന്നും ഇല്ലാത്ത ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ്. നമ്മള് കൂടുതൽ ഞാനത് കുറെ ചിന്തിച്ചു. ഞാനും പറഞ്ഞ പോലെ ഞാൻ എന്റെ വിഷയത്തിൽ അന്വേഷണം നടത്തും, എന്തുകൊണ്ട് അങ്ങനെ വന്നു. ഞാൻ മനസ്സിലാക്കുന്ന എന്റെ ജീവിതത്തിൽ അപ്രാപ്യമായ ഒരു സംഗതി പ്രാപിച്ചപ്പോ ഉണ്ടായ നമ്മളെ മനസ്സിൽ നമ്മൾ അറിയാത്ത സന്തോഷം നെഗറ്റീവ് ആകാം, ദുഃഖം നെഗറ്റീവായി കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ താളം തെറ്റുമല്ലോ. അപ്പൊ അതുപോലെ സന്തോഷവും നെഗറ്റീവ് അപ്പുറം മൈനസ് ആയതിനു ശേഷം മൈനസ് ആകുക അതിന്റെ കാരണമെന്നുള്ള ഞാൻ ചിന്തിച്ചത്. അപ്പൊ ഞാനിപ്പം ഒരു വർഷമായി ചെറിയ രൂപത്തിൽ മെഡിസിൻ യൂസ് ചെയ്ത് ഉറങ്ങുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ആരും അറിയുന്നൊന്നുമില്ല. ഇപ്പൊ ഞമ്മനെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഈ മെഡിറ്റേഷനിലെല്ലാം ഒരുപാട് മാറ്റങ്ങളുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് ഗുളിക നിർത്തണം എന്നുണ്ട്. പക്ഷെ ഗുളിക നിർത്തിയാൽ എന്തേ സംഭവിക്കും എന്നുള്ളത് അതിന് ഒരു പേടി. ഗുളിക നിർത്തിയാൽ വീണ്ടും അതുപോലെ ആവുക. കാരണം ഒരു മാസം സ്വന്തം നിയന്ത്രിച്ച് ഒരുപാട് ത്യാഗം സഹിച്ചേക്കും. ഒരുപാട് അങ്ങനെയാണ് നമ്മള് ഓക്കെ എനിക്ക് മനസ്സിലായി. ഓക്കെ, ഇതെങ്ങനെയാന്ന് വെച്ചാല് ഒരു EFT ചെയ്തിട്ടുണ്ടോ? EFT നല്ലൊരു മെത്തേഡാണ്. EFT ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടുണ്ട് ചെയ്യണമെന്നുണ്ട്. ഓക്കെ, EFT ചെയ്യുന്നത് നല്ല മെത്തേഡാണ് നമുക്ക് ഇതിൽ നിന്ന് റിക്കവറി വരാന്. പിന്നെ അത് ഇതുവരെ പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവാത്തപ്പോ ഇല്ലാത്ത ഒരു മാനസികമായിട്ടുള്ള വിഷമങ്ങളും ഉറക്കമില്ലായ്മയൊക്കെ എല്ലാം മാറി നമ്മൾ കാമായിരിക്കുന്ന ഒരു സമയത്ത് വരുന്നു എന്ന് പറയുന്നത് അതുവരെ നിങ്ങളെ ഫോഴ്സ് ചെയ്യാൻ ഈ ഒരു പരീക്ഷണങ്ങൾ മതിയാവോളം ആയിരുന്നു. വിഷമിച്ചിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് സക്സസ് ആവണം, എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്തണം, ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു നിങ്ങളുടെ പരീക്ഷണങ്ങളെല്ലാം കവർ ചെയ്ത് എനിക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ള ഒരു ഫോഴ്സ് ആയിരുന്നു ശരിക്ക് തള്ളിക്കൊണ്ട് പോയിരുന്നത്. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ, വെറുതെ ഇരിക്കുകയല്ലേ, പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല, എന്റെ എല്ലാ ലക്ഷ്യം നേടിക്കഴിഞ്ഞു, വെറുതെ ഇരിക്കുക എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിയപ്പോ വീണ്ടും നെഗറ്റീവായിട്ടുള്ള ചിന്തകളെല്ലാം കയറി തുടങ്ങി. അപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരിക. അതേസമയം നമ്മളെ മനസ്സിനെയും നമ്മളെ ശരീരത്തിനെയും വെറുതെ ഇരിക്കാൻ അനുവദിക്കാതെ വീണ്ടും വീണ്ടും പുതിയ പുതിയ ആവശ്യങ്ങളുമായിട്ട് നമ്മളെപ്പോഴും എൻഗേജ് ആയിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ വരില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ടാവുക. പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന കരുത്തൊന്നും അതെല്ലാം മാറി നോർമലായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇല്ലാതിരിക്കുന്നത്, ആ ഒരു സമയത്ത് നിങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ, മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ഈ പരീക്ഷണങ്ങൾ വളരെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഓവർകം ചെയ്ത് വരണം എന്നുള്ള ഒരു വാശി ഉണ്ടായിരുന്നു. ആ വാശിയെല്ലാം നേടി ഞാൻ ആ സ്ഥലത്തോട്ട് എത്തിക്കഴിഞ്ഞപ്പോ ഇനി പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ, വെറുതെ ഇരിക്കുകയല്ലേ, ഞാനെല്ലാം നേടി എല്ലാം കഴിഞ്ഞു എന്നുള്ള ഒരു ഫുൾഫിൽമെന്റിന് അപ്പുറത്തോട്ട് നെഗറ്റീവ് ചിന്തകൾ കൂടുതലായിട്ട് കയറി വന്നു. പട കഴിഞ്ഞ പടപ്പറമ്പിൽ മനസ്സിലാവുന്നുണ്ടോ? ഇടാൻ തുടങ്ങി. അതാണ് സത്യം ലാസ്റ്റ് അല്ലേ? അതെ, അതാണ് അതിന്റെ വാസ്തവം എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ നമുക്ക് അങ്ങനെ സാഹചര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ, അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടരുത് എന്നാണ്. നമുക്ക് അടുത്തത് നമ്മൾ കണ്ടുപിടിക്കണം, അതിലേക്ക് ഓടിക്കൊണ്ടിരിക്കണം. എന്നത് ചെയ്താ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സ്ഥാനത്ത് മനസ്സുകൊണ്ട് ആ വർക്ക് ചെയ്യാൻ എന്നെ കൊണ്ടാവും. അതാ ഏറ്റവും വലിയ പ്രശ്നം. മാനസിക വർക്കേ നടക്കൂ, പിന്നെ അതര വ്യായാമവും വേറെ കാര്യം നടക്കൂല. അതെ, നമ്മള് വെറുതെ ഇരിക്കുന്നതിനെയാണ് തുരുമ്പ് പിടിക്കുക. വെറുതെ ഇരിക്കുന്നതിൽ തുരുമ്പ് പിടിക്കും എന്നുള്ളത് സത്യമുള്ള കാര്യമാണ്. അതേസമയം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തുരുമ്പ്, നമ്മളിപ്പോൾ അതിനിങ്ങനെ തേച്ച് മിനുക്കി റെഡിയാക്കി കൊണ്ടുനടക്കുകയാണെങ്കിൽ തുരുമ്പ് വരുമോ? ഇല്ല, അതെപ്പോഴും പുതിയതായിട്ട് കാണാൻ പറ്റും.
അത് തന്നെയാണ് മനുഷ്യന്റെ കാര്യത്തിലും. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നമ്മളെപ്പോഴും ആക്റ്റീവ് ആകുക, നമുക്ക് എപ്പോഴും അതെ ഒരു മാഡം, ലക്ഷ്യം ഉണ്ടാവുക. ആ ഫിസിക്കലായിട്ട് ലക്ഷ്യത്തിൽ ആക്റ്റീവ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആവുന്നില്ല. പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ആഗ്രഹവും സ്വപ്നവും നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനു അതെ, വേണ്ടി വർക്ക് ചെയ്യണം. അതെനിക്ക് വലിയ ബുദ്ധിമുട്ടാ. കാരണം വെച്ചാൽ പൊതുവെ ആഗ്രഹത്തിനെ കൊല്ലുന്ന വ്യക്തിയാണ് ഞാൻ ചെറിയത്തെ. കാരണം നമ്മൾ ആഗ്രഹിക്കല് വലിയതായിരുന്നു, അപ്പൊ ചെറിയതല്ലേ നടക്കലുള്ളൂ. അപ്പൊ നമ്മൾ പൊതുവെ ആഗ്രഹങ്ങള് പിന്നെ നിഷ്കരണം കൊല്ലല. അപ്പം ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിട്ടല്ല ഇതൊന്നും ഉണ്ടായേ. ഇതെല്ലാം ഞാൻ തട്ടിയകറ്റിയ വിഷയങ്ങളാണ്. കുടുംബജീവിതവും മക്കളും ഇതെല്ലാം ഞാൻ ഒഴിവാക്കിയ കാര്യങ്ങളാണ് എന്നിലേക്ക് വന്നത്. അപ്പൊ അത് ഞാൻ വന്നതിന് ശേഷം അത് സ്വീകരിച്ചു എന്ന് മാത്രം. അപ്പൊ ആഗ്രഹങ്ങള് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഉം. മക്കൾ പറയും ആഗ്രഹങ്ങൾ ഇല്ലാത്ത ഞങ്ങൾക്ക് പ്രശ്നം. ആ മൂത്ത മോൻ എപ്പോഴും പറയും. അതെ, ഞാൻ ആഗ്രഹങ്ങൾ എഴുതലുണ്ടാ ഇല്ലാത്തതാണ് പ്രശ്നം. ആ, ആഗ്രഹങ്ങൾ എഴുതലൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. വേണം. അപ്പൊ നമ്മൾ അതൊക്കെ അതിനു വേണ്ടി ബാക്കി ജീവിതത്തിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കും. ജീവിതത്തിൽ നമുക്ക് വേണ്ടത് അതാണ്. നമുക്ക് ആഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കണം, ആവശ്യങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കണം. അത് ആഗ്രഹങ്ങളും നേട്ടങ്ങളും മേടിക്കഴിഞ്ഞാൽ അടുത്തതിന് നമ്മളെ മാത്രം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ കഴിയലാലോ. അവിടെയാണ് നമ്മളെ പരാജയം. നമ്മളെ ഒരു എങ്ങനെയാ? ഇമേജിങ്ങിൽ ജീവിക്കാൻ കഴിയലാലോ. എനിക്ക് യാഥാർത്ഥ്യങ്ങൾ നമുക്ക് അംഗീകരിച്ചല്ലേ പറ്റൂ. അപ്പൊ ഈ ആഗ്രഹങ്ങൾ എത്രയായിരുന്ന ഇത്രയല്ലേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞ. അപ്പൊ ആത്മാർത്ഥമായിട്ട് നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ ആകലാന്ന്. വെറുതെ ഇമേജ് ചെയ്തിട്ട് ഒരു പകൽ സ്വപ്നം പോലെ ഉണ്ടാക്കേണ്ടി വരും. അതിനൊട്ട് ആയുസ് ഉണ്ടാവൂല. അങ്ങനെയല്ല, നമ്മൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് അത് വന്നു ചേരും. ഇപ്പോ സാർ പറഞ്ഞ പോലെ മുമ്പ് ഒരുപാട് ആഗ്രഹിച്ചില്ലെങ്കിലും അത് അത് ലോ ഓട്ടോമാറ്റിക് ഓഫ് ആയിട്ട് നമുക്കത് അട്രാക്ഷൻ വന്നു ചേരും. മാം മാം അതെ, ലോ ഓഫ് അട്രാക്ഷൻ യെസ്, പ്രാക്ടീസ് ചെയ്തോ? അതെ, ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുക. അതായത് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളിലേക്ക് നമ്മൾ അറിയാതെ വന്നു ചേരും എന്നുള്ള ഒരു സത്യമാണ്. അപ്പോ അതുപോലെ ഈ പറഞ്ഞ പോലെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് പ്രയത്നിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും എന്തിലെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആയിരിക്കുക. ഡെഫിനറ്റ്ലി എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രായത്തിന് ശേഷം വരുന്നതിന് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു പ്രശ്നം പൊതുവെ കണ്ടുവരാറുണ്ട്. അതായത് ഒരു പ്രായം വരെ നമ്മുടെ ജീവിതവുമായിട്ട്, നമ്മുടെ കടമകളും നിർബന്ധങ്ങളും നിബന്ധനകളുമായിട്ട് നമ്മളെപ്പോഴും ബിസി ആയിരിക്കും. പഠിക്കുന്ന കാലത്ത് പഠിക്കുന്നതിലേക്കായിരിക്കും. അത് കഴിഞ്ഞ് വർക്ക്, ജോലി കാര്യങ്ങളായിരിക്കും. കുടുംബജീവിതമായിട്ട്, കുട്ടികളായിട്ട്, ഇങ്ങനെ നമുക്ക് 24/7 നമുക്ക് അത്രത്തോളം ഫ്രീ ആയിക്കൊള്ളുന്നില്ല. നമ്മൾ എപ്പോഴും ബിസിയാണ്. അതിന്റെ ഇടയിൽ നമ്മുടെ ആഗ്രഹങ്ങള്, നമ്മുടെ പാഷന്, നമ്മുടെ എന്താ പറയാ വർക്ക് എല്ലാം ഒരുപോലെ കൊണ്ടു കൊടുക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലായിരിക്കും. പക്ഷെ ഒരു റിട്ടയർമെന്റ് സമയം എത്തുമ്പോഴേക്കും, ആഫ്റ്റർ റിട്ടയർമെന്റ് ആ ഒരു സമയത്തുമ്പോഴേക്കും നമ്മൾ അത്രയും നാളും ഓടിക്കൊണ്ടിരുന്ന നമ്മുടെ കുട്ടികൾ അവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോയി. നമ്മുടെ ജോലിയുടെ കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞു. അങ്ങനെ എല്ലാം ഒരുവിധം കഴിഞ്ഞ് നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ അപ്പോഴും ഒന്നും ചെയ്യാതിരിക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് ആൻസൈറ്റി കൂടുതൽ വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വരും. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വെറുതെ ഇരിക്കാതിരിക്കുക. കുറെ പേര് കണ്ടിട്ടില്ലേ, റിട്ടയർമെന്റ് എത്ര വലിയ വലിയ ഉദ്യോഗസ്ഥരാണ്, റിട്ടയർമെന്റ് കാലം കഴിയുന്നതോടുകൂടി പുതിയ എന്തെങ്കിലും കണ്ടുപിടിച്ച് അതിലേക്ക് മാറും. എന്നിട്ട് അതുമായിട്ട് എൻഗേജ് ഉണ്ടാവും. പുറത്ത് ജോലി പോകണമെന്നില്ല. അവര് ചിലപ്പോ വീട്ടില് വല്ല കൃഷിയോ മറ്റുള്ള കാര്യങ്ങളോ ആയിട്ടാവും അവർ എൻഗേജ്ഡ് ആയിട്ടുണ്ടാവുക. അങ്ങനെ എന്തോ അവർക്ക് ഇഷ്ടമുള്ള കാര്യമായിട്ട് അവർ എൻഗേജ്ഡ് ആയി പോകും. വെറുതെ ഇരിക്കുക എന്നുള്ളത് മാറിയിട്ട് എൻഗേജ്ഡ് ആയി പോവാനുള്ള എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടാവും. then അവർ അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വെറുതെ ഇരിക്കും തോറും അതൊരു ബുദ്ധിമുട്ട് തന്നെയാ. ആവശ്യമില്ലാത്ത ചിന്തകളും എല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമ്മളിൽ നിന്നും മാറിപ്പോകും, നമ്മൾ എൻഗേജ്ഡ് ആയി മുന്നോട്ട് പോവുകയാണെങ്കിൽ. അപ്പൊ എപ്പോഴും എൻഗേജ്ഡ് ആവുക, എന്തെങ്കിലും ഒരു കാരണം നമുക്ക് എൻഗേജ്ഡ് ആവാൻ ചിന്തിക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഉണ്ടാവുക, എൻഗേജ്ഡ് ആയിട്ട് എപ്പോഴും ബിസി ആയിട്ട് പോവുക, ഇതൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് മെന്റൽ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ EFT ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ EFT ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം ഇതിനുണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ഹീൽ ചെയ്യാൻ നല്ലൊരു മെത്തേഡാണ് EFT മെത്തേഡ്. ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ അതിൽ നിന്ന് ലഭിക്കും. ഓക്കെ, ദെൻ ഈ പറഞ്ഞ പോലെ എന്താണ് സ്റ്റോപ്പ് മെത്തേഡ്?
നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം സ്റ്റോപ്പ് മെത്തേഡ് ആയിരുന്നു. വാട്ട് ഈസ് സ്റ്റോപ്പ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിയായ വിഷമം ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ, ബുദ്ധിമുട്ടുണ്ടാവുന്ന സാഹചര്യങ്ങളിൽ സ്റ്റോപ്പ് വാട്ട് യു ആർ ഡൂയിങ്. എസ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോപ്പ് വാട്ട് യു ആർ ഡൂയിങ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക, നിർത്തുക. Then ടേക്ക് എ ഡീപ് ബ്രത്ത്. നല്ല ദീർഘമായ ഒരു ശ്വാസം എടുക്കുക, ദീർഘശ്വാസം എടുക്കുക. മൂന്നാമത്തത് ഓയാണ്, ഒബ്സർവ് യുവർ തോട്ട് ആൻഡ് ഇമോഷൻ. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, നമ്മുടെ ഇമോഷൻ എന്താണ് എന്നുള്ളതിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. എന്താണ്? വിഷമമാണോ, പേടിയാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് വിഷമം വന്നു, എന്തുകൊണ്ട് എനിക്ക് വിഷമം വന്നു, എന്തുകൊണ്ട് ഈ പ്രശ്നം വന്നു, അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. അതാണ് ഓ എന്ന് പറയുന്നത്. പി എന്ന് പറയുന്നത് പ്രൊസീഡ് വിത്ത് അവയർനെസ് ആൻഡ് ഇന്റൻഷൻ. അതായത് നമ്മളിലുള്ള ആ ഒരു അവയർനെസ്സിനെയും ഇതുകൊണ്ട് ഞാനിങ്ങനെ വിഷമിച്ചത് കൊണ്ട് എന്താണ് കാര്യം എന്നുള്ളത് നമ്മളെ പറ്റി നമുക്കൊരു അവയർനെസ് ഉണ്ടാവും. then നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്തു. ഈ അപ്പൊ നമ്മൾ ചിന്തിക്കുക, നമ്മൾ മനസ്സിലാക്കുക, ഇത്ര ചെറിയ കാര്യത്തിന് ഞാൻ വിഷമിച്ചിട്ട് എന്റെ 2 or 3 ദിവസം അല്ലെങ്കിൽ എന്റെ കുറച്ച് ദിവസങ്ങൾ എന്റെ ലൈഫിൽ നഷ്ടപ്പെടുത്തിയത് കൊണ്ട് എനിക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത്? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. then ലീവ് ഇറ്റ്, അതിനെ ലീവ് ചെയ്യുക എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുക, നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, അതാണ് Okay, സ്റ്റോപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സ്റ്റോപ്പ് മെത്തേഡ്. നമുക്ക് അതിയായ വിഷമം വരുന്ന സാഹചര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ രീതിയിൽ ചിന്തിക്കുക. ആദ്യം ഒരു ദീർഘശ്വാസം എടുക്കുക, ഒന്ന് കാമാകുക, റിലാക്സ് ആകുക. എന്താണോ നമ്മുടെ ഇമോഷൻ എന്നുള്ളതിനെ നമ്മൾ തിരിച്ചറിയുക, അതിനെ ഒബ്സർവ് ചെയ്യുക. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, എന്താണ് സംഭവിക്കുന്നത്, എന്താണ് എനിക്ക് പറ്റിയതെന്ന് ചിന്തിക്കുക. ദെൻ ഇത് വന്നത് കൊണ്ട് ഞാനിങ്ങനെ വിഷമിച്ചത് കൊണ്ട് എന്താണ് കാര്യം എന്നുള്ളതിനെ നമ്മൾ കൂടുതലായിട്ട് നോക്കുക. എനിക്കിതുകൊണ്ട് എന്താണ് ലാഭം ഉണ്ടാകുന്നത്, എനിക്ക് ഇതാണ് എന്താണ് നഷ്ടമുള്ളത്, ഞാനിങ്ങനെ വിഷമിച്ചത് കൊണ്ട് എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല സമയങ്ങൾ നഷ്ടപ്പെട്ടു പോവില്ലേ? വിഷമിച്ചത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ, എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇല്ല, ഒരു നേട്ടം ഉണ്ടാവാൻ പോകുന്നില്ല. ഞാൻ വിഷമിച്ചത് കൊണ്ട് എന്റെ എനർജി കുറെ ലോസ് ആകും, എന്റെ കുറെ സമയം പോവും, ചിലപ്പോ എന്റെ ആരോഗ്യം പോകും, എന്റെ ഉറക്കം നഷ്ടപ്പെടും. ഇങ്ങനെ രീതിയിൽ സംഭവിക്കുന്നതല്ലാണ്ട് നമുക്ക് ഗുണമുള്ള ഒരു കാര്യം അവിടെ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു ഉറപ്പ് അവിടെ വരുത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക. അപ്പോഴേക്കും നമ്മുടെ ഈ നെഗറ്റീവ് തോട്ട് നമ്മളിൽ നിന്നും അല്ലെങ്കിൽ വിഷമം നമ്മളിൽ നിന്നും കുറെ മാറിപ്പോയിട്ടുണ്ടാവും. അതൊരു ടെക്നിക്കാണ്. ഞാൻ ഇവിടെ ഈ നേരത്തെ സ്റ്റോപ്പ് പറഞ്ഞ പോലെ മെത്തേഡ് ആ ഒരു 5 4 3 2 1 ടെക്നിക്ക് പോലെ തന്നെ സ്റ്റോപ്പ് മെത്തേഡ് ആണോ? STOP ഓരോ Stop. വേർഡ്സ് ഒന്ന് Yes. പറയോ? അത് യെസ്, സ്റ്റോപ്പ് വാട്ട് യു ആർ ഡൂയിങ്. സ്റ്റോപ്പ് Yes. വാട്ട് യു ആർ ഡൂയിങ്. yes. Then? ടേക്ക് എ ഡീപ് ബ്രെത്ത്. Yeah. ഒബ്സർവ് യുവർ തോട്ട് ആൻഡ് ഇമോഷൻ. ഓ. പി, പ്രൊസീഡ് വിത്ത് അവയർനെസ് ആൻഡ് ഇന്റൻഷൻ. Okay, ma'am. Thank you. ഓക്കെ. ഓക്കെ, ക്ലിയർ അല്ലേ? Clear. ഓക്കെ, ദെൻ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അതുപോലെ തന്നെ 5 4 3 2 1 എന്നുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ഗ്രൗണ്ടിങ് ടെക്നിക്കാണ്. നമ്മളിലേക്ക് വരുന്ന ഈ നെഗറ്റീവ് തോട്ടിനെ കംപ്ലീറ്റ്ലി തട്ടി മാറ്റി കളയാൻ കെൽപ്പുള്ള ടെക്നിക്കാണിത്. പിന്നെ എപ്പോഴും നമുക്ക് ഉണ്ടാകുന്നത് നമുക്കൊരു തൊലിക്കട്ടി, നമ്മൾ മെന്റൽ റെസിലിയൻസ് നമുക്ക് വേണം, സെൽഫ് അവയർനെസ് നമുക്ക് വേണം. നമ്മളെ നമുക്ക് നല്ലപോലെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പറ്റി ആര് തന്നെ എന്ത് പറഞ്ഞാലും നമ്മളെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം വേണം. നമുക്ക് നമ്മുടേതായ ലക്ഷ്യങ്ങളുണ്ട്, നമുക്ക് നമ്മുടേതായ ആഗ്രഹങ്ങളുണ്ട്, നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങളുണ്ട്. നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോവാണ്. ആ സമയത്ത് നമ്മൾ ഒരാളെ നമുക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മൾ തളർന്നിരുന്നു കഴിഞ്ഞാലോ നമ്മുടെ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവണം. അതിനെല്ലാം ഒരു ഈ പറഞ്ഞ പോലെ ഒരു ബോർഡർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളിലേക്ക് ഇത് വരാതെ തട്ടി മാറ്റി കളയണം. നമ്മളെ സ്ട്രോങ് ആക്കി നിർത്തണം. നമുക്ക് വിഷമം വരുന്ന സാഹചര്യങ്ങൾ തളർത്താൻ ഒരുപാട് പേരുണ്ടാവും.
കൂടെ നിൽക്കാൻ വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കണം. അപ്പൊ ഈ കൂടെ നിൽക്കുന്നവരല്ലാണ്ട് തളർത്തിയത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ലല്ലോ. നമുക്കത് നഷ്ടം തന്നെയല്ലേ. നമ്മുടെ ജീവിതത്തിൽ നല്ല സമയം നഷ്ടപ്പെട്ടു പോകുന്നു, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പൊ അതിന് നമ്മൾ നിൽക്കാതെ നമ്മള് കുറച്ചും കൂടി ഊർജ്ജസ്വലമായിട്ട് നമ്മൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഗഡ്സോട് കൂടി മുന്നോട്ട് പോയി നമ്മള് തളരാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന പോലെ നമ്മൾ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എവിടെയും സ്റ്റക്കായി നിൽക്കാതെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. എവിടെയും നമ്മൾ സ്റ്റക്കായി നിൽക്കാൻ പാടില്ല. നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ട കാര്യം. അപ്പൊ അങ്ങനെ നമുക്ക് വരുന്ന നെഗറ്റീവ് ചിന്തകളെ നമുക്ക് മാറ്റി നിർത്താം. നെഗറ്റീവായിട്ടുള്ള ആളുകളെ നമ്മളിൽ നിന്ന് മാറ്റി നിർത്താം. നമുക്ക് എല്ലാത്തിനും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാം, ഇമോഷണൽ ബൗണ്ടറി സെറ്റ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ മാം. ഓക്കെ അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ദെൻ ആൾവേസ് എന്താണ് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. നമ്മളെ തന്നെ ആരെന്ത് പറഞ്ഞാലും നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവുക. നമ്മുടെ കഴിവിലും നമ്മുടെ സ്ട്രെങ്തിലും ഒക്കെ നമുക്ക് നല്ല വിശ്വാസം ഉണ്ടാവുക, നല്ല ബോധ്യം ഉണ്ടാവുക. അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ മാം. ഓക്കെ എന്റെ നമ്പർ അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ടോപ്പിക്കിന്റെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഒരു ഇന്ററാക്ഷൻ കൊടുക്കാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. യെസ് മാമിന്റെ നമ്പർ ഒന്ന് ഇടുവോ? പറഞ്ഞോളൂ. മാമിന്റെ നമ്പർ ഒന്ന് ഇടുവോ? നമ്പർ ഇടാൻ പറ്റില്ല. നമ്പർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു മാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ വരും. കഴിഞ്ഞ മീറ്റപ്പിന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അടുത്ത മീറ്റപ്പിലൊക്കെ ഇൻഷാല്ലാ വരാൻ പറ്റുമോ നോക്കാം. അവിടുന്ന് നമുക്ക് കാണാം. കഴിഞ്ഞ മീറ്റപ്പിൽ ഞാൻ പോയിരുന്നു. ഓക്കെ, എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അടുത്ത മീറ്റപ്പിന് ഇൻഷാല്ലാ വരാൻ പറ്റുമോ നോക്കാം. എന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ then. ഓക്കെ മാം. Any questions? നമുക്ക് ഈ തോട്ട് പിന്നെ മോശമായ പ്രവൃത്തികൾ മറ്റുള്ളവരിൽ വരുന്നതിന് നമുക്ക് തടയാനൊന്നുമില്ലത്. നമുക്ക് ചിന്തിക്കാതിരിക്കാനല്ലേ പറ്റുള്ളൂ. മറ്റുള്ളവരുടെ പ്രവർത്തനം മോശമായ രീതിയിൽ വരുമ്പോ എന്താ ചെയ്യാന്ന് കൊടുക്കല. മോശമായ രീതിയിൽ ഇതുപോലെ നമ്മളോട് പ്രവർത്തിക്കുമ്പോഴും നമ്മൾ അതൊന്നും ഏൽക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു തൊലിക്കട്ടി ഒരു ഗഡ്സ് നമ്മൾ ഉണ്ടാക്കുക. അത് അവരവിടെ പറയുന്നത് അവരവരെ പറയുന്നു. എന്നെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ള ഉറച്ച വിശ്വാസം നമ്മൾ ഉണ്ടാക്കുക. ഉറച്ച വിശ്വാസം ഉണ്ടാക്കണം. എന്ത് തന്നെ പറഞ്ഞാലും എന്നെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടായാൽ മതി. ഓക്കെ, ഇനി മറ്റെന്തെങ്കിലും? Hello, good morning. Yes, good morning. സൗണ്ട് ബ്രേക്ക് ആയി പോകുന്നുണ്ട് കേട്ടോ. ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. ഇടക്ക് കട്ടാവുന്നുണ്ട്. അതെ, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി.
ഗുഡ് മോർണിംഗ് മാം. അതായത് സോഷ്യൽ മീഡിയയിലും മറ്റ് ജനറലായിട്ട് കാണുന്ന ന്യൂസുകളെല്ലാം കൂടുതലും ഒരു 90% നെഗറ്റീവാണ്. അപ്പൊ ഏറെക്കുറെ അതൊക്കെ ഒഴിവാക്കി പ്രോബ്ലം സോൾവ് ആവുന്നുള്ളൊരു അഭിപ്രായം. അതെ, നമ്മൾ കാണുന്ന ന്യൂസുകളെല്ലാം എല്ലാം ഓൾമോസ്റ്റ് ന്യൂസ് അതെന്താന്ന് വെച്ചാൽ നെഗറ്റീവിലേക്ക് കൂടുതൽ അട്രാക്ഷൻ വരും. എല്ലാവർക്കും അത് വേണ്ടേ. അപ്പൊ അതിങ്ങനെ വീണ്ടും വീണ്ടും അത് അവരുടെ റേറ്റിംഗിന്റെ ഭാഗമായിട്ടൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മളത് നമ്മളിലോട്ട് എടുക്കാതെ ഇരുന്നാൽ മതി. പരമാവധി ഒഴിവാക്കുക. എല്ലാം അറിയണം. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും നമുക്കത് അറിയേണ്ട കാര്യങ്ങളാ. നമുക്ക് എല്ലാത്തിനെ പറ്റിയും ഒരു ഐഡിയ വേണം. പക്ഷെ അതിനെ വീണ്ടും കീറി മുറിച്ച് ചെകഞ്ഞ് അന്വേഷിക്കുന്ന മാധ്യമത്തിന്റെ രീതി ഉണ്ടല്ലോ, അതിലേക്കൊന്നും നമ്മൾ ഇറങ്ങി പോവാതിരിക്കുക വേണ്ടത്. എല്ലാത്തിനെ പറ്റി നമുക്ക് ഒരു ഐഡിയ വേണം. നമ്മൾ അറിയണം, എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണം. എന്നാലല്ലേ നമുക്ക് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പക്ഷെ അതിനെ വീണ്ടും കീറി മുറിച്ച് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോട്ട് പോവാതെ അതിലേക്ക് നമ്മൾ ഇറങ്ങി പോവാതിരിക്കുക. നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് അറിയാം. അപ്പൊ അങ്ങനെ ഒഴിവാക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ വല്ലാതെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളും പോവാതിരിക്കുകയല്ലേ നല്ലത്. പോസിറ്റീവായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നു അതിലേക്ക് ഫോക്കസ് കൊടുക്കാം. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണുമ്പോൾ നമ്മളും ചിന്തിക്കണം ഇത് മാത്രമാണ് ഇവിടെ നടക്കുന്നത്, ഇവിടെ നല്ലതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. അല്ല, നല്ലതും അതിനേക്കാൾ നല്ലതും നടക്കുന്നുണ്ട്. പക്ഷെ ഫോക്കസ് കൊടുക്കുന്നതും കൂടുതലായിട്ട് എന്താ പറയാ കാണിക്കുന്നതും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഇത് തന്നെയാണ് എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് വരികയാണ്. എല്ലാം മോശമായി കൊണ്ടിരിക്കുക എന്നുള്ള വിശ്വാസം വരികയാണ്. അപ്പോഴും നല്ലത് ഒരുപാടുണ്ട്. അല്ല മാഡം, ഈ പറയുന്ന നമ്മളെ ജീവിതത്തിൽ പറയുന്ന അവര് പറഞ്ഞില്ലെങ്കിൽ അവര് നമ്മളെ നെഗറ്റീവിൽ പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഇതെല്ലാം നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് സുഖം കൂടിയത് കൊണ്ടാണ്. ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി കാണുക, അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ തെരുവുകളിൽ ജീവിക്കുന്ന കുറെ മനുഷ്യരുണ്ട്, പിന്നെ മര്യാദ കൊടുപ്പില്ലാതെ പാപ്പിടില്ലാതെ. അപ്പൊ ഇതൊന്നും നമ്മൾ ചിന്തിക്കാതെ നമ്മളെ സുഖലോലുപതയിൽ വീണ്ടും വീണ്ടും സുഖം ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ടെൻഷൻ ആകുന്നത്. ഞാൻ ചിന്തിച്ച് കിട്ടിയ വിഷയമാണ്. കാരണം ഈ ദുനിയാവിൽ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല. കാരണം നമ്മളെ മനസ്സ് പരിഹരിച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നം അത് മനസ്സിലാക്കിയോനാ ഞാൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ അതെ, നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു പ്രശ്നമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് വേണം, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, ഓൾവേസ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളത്. നമുക്ക് നമുക്ക് നഷ്ടപ്പെട്ട, നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളെ പറ്റി പരാതി പറയുമ്പോൾ നമുക്കുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ ബോധേഡ് ആവുന്നില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ടല്ലോ. പരാതികളുടെ എണ്ണം കൂടുന്തോറും പരാതി പറയാനുള്ളതിന്റെ എണ്ണം കൂടുക ചെയ്യുക. അതേസമയം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ എണ്ണം കൂടുന്തോറും അല്ലെങ്കിൽ അനുഗ്രഹങ്ങളെ എണ്ണി എണ്ണി പറയും തോറും നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ എണ്ണം കൂടി വരും. നമ്മൾ എന്താണോ പറയുന്നത് അതാണ് കൂടുതൽ വരിക. നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും പരാതി പറയാനേ സമയം ഉണ്ടാവുള്ളൂ. പരാതി പറയാനുള്ളത് നമുക്ക് എപ്പോഴും കൂടി വരും. അതേസമയം ഈ പരാതികൾ അല്ലെങ്കിൽ നമ്മുടെ പരിഭവങ്ങൾ, വിഷമങ്ങളൊക്കെ അവിടെ ഉണ്ടാകുമ്പോഴും നമുക്ക് ലഭിച്ച കുറെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ആ അനുഗ്രഹങ്ങളെ നമ്മൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ, എനിക്ക് ഇതെല്ലാം നീ തന്നല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ രീതിയിൽ നമ്മുടെ അനുഗ്രഹങ്ങളെ നമ്മൾ പറയുകയാണ്. എനിക്ക് ഇത്രയൊക്കെ മാറ്റം വന്നല്ലോ, അന്ന് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എനിക്ക് അതിൽ നിന്ന് ഒരുപാട് മാറ്റം ഇപ്പൊ ഉണ്ടല്ലോ. അതുപോലെ അല്ലല്ലോ, കുറച്ച് ചെറിയ രീതിയിൽ കുറച്ചെങ്കിലും മാറ്റം ഉണ്ടല്ലോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മാറ്റം ഉണ്ടാവട്ടെ. ഇനി അറ്റ്ലീസ്റ്റ് ഇതൊന്നും മാറുന്നില്ല, എനിക്കിതെല്ലാം സഹിക്കാനുള്ള അല്ലെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവിനെ തന്നല്ലോ, ചിന്തിക്കാനുള്ള ബുദ്ധി തന്നല്ലോ, അതനുഗ്രഹമാണല്ലോ. അങ്ങനെ നമ്മുടെ കൂടെയുള്ള ഓരോ അനുഗ്രഹത്തിനെയും നമ്മൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ അനുഗ്രഹങ്ങളുടെ എണ്ണം കൂടി വരും. നമ്മൾ ഇന്ന് 1-2 അനുഗ്രഹങ്ങളാണ് നമ്മൾ പറയുന്നതെങ്കിൽ അത് പറയും തോറും ഇത് വീണ്ടും വീണ്ടും കൂടി വരും. ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് പിന്നീട് പറയാനുണ്ടാവും. നമ്മൾ പരാതികളെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെച്ചാൽ നമുക്ക് പരാതികൾ പറയാനേ സമയം ഉണ്ടാവുള്ളൂ. എപ്പോഴും ഒരുപാട് പരാതികൾ ഉണ്ടായിരിക്കും. എപ്പോഴും നമുക്ക് എന്തുണ്ടായിരിക്കും, പരാതികൾ പറയാനേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഈ പറഞ്ഞ പോലെ വീടില്ലാത്ത, മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ ഇത്ര ആളുകൾ ജീവിക്കുന്നു, നമുക്കിതെല്ലാം ഉണ്ട് അല്ലെ, നമ്മുടെ ആരോഗ്യം നമുക്ക് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട്.
ഇനി ഇതൊന്നുമില്ല, നമുക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് ജീവനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അത് നമുക്ക് തരുന്ന പ്രതീക്ഷയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്ക് തരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ആൾവേസ് നമ്മുടെ കൂടെ ഉണ്ടാവണം. ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാന്നുള്ളത് നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പൊ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യും തോറും അനുഗ്രഹങ്ങളെ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും തോറും നമുക്കത് കൂടി വരും. പരാതികളാണെങ്കിൽ പരാതികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെ നമ്മൾ റിയലൈസ് ചെയ്യണം. എപ്പോഴും നമുക്ക് ലഭിച്ചതിനെ പറ്റി അനുഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാം മാം. ദിവസം ഒരു 10 പ്രാവശ്യങ്ങളും ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതി അതെ, കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക. 10 എണ്ണം. ഒരു ദിവസം Yes. 10 എണ്ണം എഴുതി അടുത്ത ദിവസം 15 എണ്ണാവും. പിന്നെ അടുത്ത ദിവസം 20 എണ്ണാവും. അങ്ങനെ നമ്മൾ കൂട്ടി ഒരു ദിവസം ഒരു അതെ. 100 എണ്ണങ്ങൾ നമുക്ക് എഴുതാൻ കിട്ടും. ആദ്യം നമുക്കൊന്നും കിട്ടില്ല എന്ന് തോന്നും. കിട്ടും, പിന്നെ അത് കിട്ടിക്കൊണ്ടിരിക്കും. ആദ്യം 10 എണ്ണം എഴുതുക, പിന്നെ 11, തീർച്ചയായിട്ടും 12. കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ എഴുതുമ്പോ തന്നെ നമ്മുടെ മൈൻഡ് നെഗറ്റീവ് പോകും. എന്തായാലും ലോകത്ത് നെഗറ്റീവ് നടക്കാതിരിക്കില്ല, Negative. നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ എടുക്കാതിരിക്കുക മാത്രം. കാരണം അത് അവരുടെ ഡ്യൂട്ടിയാണ്, അവരത് ചെയ്തോട്ടെ. അതെ, അവരുടെ റേറ്റിംഗിനായിട്ട് അവരുടെ പോസിറ്റീവ് വേണ്ടിയിട്ട് അവരെടുത്തോട്ടെ. അത് നമുക്ക് എടുക്കാതിരിക്കുക. കാരണം നെഗറ്റീവ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമ്മളിലെ കാരണം നെഗറ്റീവ് ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മളിലേക്ക് ആകർഷിക്കാതിരിക്കുക. യെസ്, നമ്മൾ ആകർഷിക്കുമ്പോഴാണ് അത് നമ്മളിലേക്ക് വരുന്നത്. Great. അപ്പൊ അത് ആകർഷിക്കാതിരിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത് ഇല്ലാതെ പറ്റില്ല. നാട്ടിൽ നടന്നുകൊണ്ടിരിക്കും. പക്ഷെ അതെ. നമ്മൾ അതിലേക്ക് അത് കാണാം. അപ്പൊ അതൊരു സംഭവം, നമ്മളൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിലേ നമ്മൾ വാങ്ങിക്കുള്ളൂ. ഒരു ഷോപ്പിൽ പോയി ഒരു സാധനം കണ്ടു, നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മൾ തീർച്ചയായിട്ടും. വാങ്ങിക്കും അല്ലേ? അതപ്പോ ആ സാധനം കണ്ടു, അത് അവിടെ തന്നെ വെക്കുക, നമുക്ക് എടുക്കാതിരിക്കുക. നമ്മൾക്ക് പോസിറ്റീവ് മാത്രം എടുക്കുക, പോസിറ്റീവ് ചിന്തയോടുകൂടി മുന്നോട്ട് പോവുക. പിന്നെ എല്ലാവരും പറയും, പറയാതിരിക്കില്ല. മാം പറഞ്ഞ തൊലിക്കെട്ടി തന്നെയാണ് ഏറ്റവും വലുത്. ഓരോ വ്യക്തികൾ ഓരോന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ അത് പറഞ്ഞോട്ടെ, അത് ഇറ്റ്സ് ഓക്കെ. നമ്മൾ EFT പഠിച്ചു, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കാൻ ശ്രമിക്കും തോറും നമ്മുടെ മൈൻഡ് പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു മാം. അതെ, വളരെ നല്ല കാര്യമാണ്, നല്ല അഭിപ്രായമാണ്. ഇത് തന്നെയാണ് വേണ്ടത്. ഇറ്റ്സ് ഓക്കെ, പ്രാക്ടീസ് ഇറ്റ്സ് ഓക്കെ എപ്പോഴും. താങ്ക് യു സോ മച്ച്. എപ്പോഴും ഇറ്റ്സ് ഓക്കെ എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുക. എന്ത് തന്നെ സംഭവിച്ചാലും ഇറ്റ്സ് ഓക്കെ. പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് എടുക്കാതിരിക്കുക. നടന്നുകൊണ്ടിരിക്കുക. ഈ നെഗറ്റീവ് നടക്കുന്നതിന്റെ ഒപ്പം തന്നെ പോസിറ്റീവ് നടക്കുന്നുണ്ട്. നമ്മൾ അറിയാത്തത് കൊണ്ടാണ്, നമ്മൾ അതിലേക്ക് ഫോക്കസ് കൊടുക്കാത്തത് കൊണ്ടാണ്. കാരണം കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ്. അതിനാണ് റേറ്റിംഗും കൂടുതലായിട്ടുള്ള. അവർക്ക് അതല്ലേ വേണ്ടത്. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുറച്ചൊന്നല്ല. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ നമ്മൾ പ്രശ്നങ്ങൾ പറയുമ്പോൾ മയക്കുമരുന്നിന്റെ കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ, 2K ജനറേഷൻ കാര്യങ്ങൾ, അതിന്റെ പ്രശ്നങ്ങൾ പറയുന്നു. ഇത് പറയുമ്പോഴും ഇതിലും നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോഴും. കുട്ടികളെല്ലാം മോശമൊന്നുമല്ല, കുറച്ച് വിഭാഗം ആളുകൾ അതിലേക്ക് പോകുന്നുണ്ട്. ശരി തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. അതിനേക്കാൾ നല്ലൊരു വിഭാഗം, അവരിലൊക്കെ നല്ല ഗുണങ്ങളും ഉണ്ട്. അവരിൽ ഒരുപാട് നമ്മളെക്കാൾ കൂടുതൽ നല്ല ഗുണങ്ങൾ അവരിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മൾ കാണണം. നെഗറ്റീവ് കൂടുതലായിട്ട് ചിന്തിച്ചിട്ട് അവരെ പാടെ ഒഴിവാക്കി വിടുന്ന രീതിയിൽ ചെയ്യുന്നു. അതുപോലെയാണ് നമ്മൾ ഓരോ കാര്യം വരുമ്പോഴും നെഗറ്റീവിലേക്ക് മാത്രം അട്രാക്ട് ചെയ്യുന്നു, പോസിറ്റീവിനെ പാടെ ഒഴിവാക്കി വിടുന്നു. അങ്ങനെയല്ല, രണ്ടും മാം ഒരുപോലെ കാണണം. നെഗറ്റീവ് നമ്മളിലേക്ക് എടുക്കാതിരിക്കണം. യെസ്, മാം ഈ നെഗറ്റീവ് പെട്ടെന്ന് അട്രാക്റ്റീവ് ആവും പോസിറ്റീവിനേക്കാളും. കാരണം നമ്മൾ എപ്പോഴും വേഗം നമ്മളിലേക്ക് വരുന്നതായാലും നമ്മൾ കാണുന്നതായാലും നെഗറ്റീവ്സ് ആണല്ലോ നമ്മൾ വേഗം കാണുക. പോസിറ്റീവ്സ് ഉണ്ടെങ്കിലും അതിന് അട്രാക്റ്റീവ് പവർ കൂടുതലുണ്ടോ അതെ. പോസിറ്റീവിനേക്കാളും? ഈ ഉണ്ട്. എനർജി നെഗറ്റീവ് ലെവൽ ആണ് എന്ന് പറയുന്നത് കൂടുതലായിട്ട്. കൂടുതലാണ് അതിന്. യെസ്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുക. അല്ല മാം, നമ്മൾ ശ്രദ്ധിക്കണം. പോസിറ്റീവ് കാണുന്നതിനേക്കാൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എടുക്കുന്ന ആൾക്കാർ, നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അത് വീണത് വിദ്യയാക്കി എടുക്കുന്ന ആൾക്കാരുണ്ട്. പറയാം, നമ്മൾ കൂടെ ഉള്ളവർ തന്നെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാലും അതൊരവസരമായിട്ട് മുതലെടുക്കുന്നവരുണ്ട്. അതാണ്, നമ്മൾ പോസിറ്റീവ് ഒരുപാടുണ്ട്, നെഗറ്റീവ് കുറച്ചേ ഉള്ളൂ. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മാം അതേപോലെ ഉണ്ടല്ലോ, നമ്മളിപ്പോ അൽഹംദുലില്ലാ ഈ
കോഴ്സൊക്കെ ചെയ്ത് പിന്നെ അതേപോലെ ഈ ക്ലാസ്സുകൾ, പ്രത്യേകിച്ച് ഈ ക്ലാസ്സുകൾ കേട്ട് കേട്ട് നമ്മൾ ഓക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മളെ കുറിച്ച് ഇങ്ങനെ നെഗറ്റീവ്സ് പറയാൻ ഈ പറഞ്ഞ പോലെ താല്പര്യപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്, എന്തിനെ കുറിച്ച് നെഗറ്റീവ്സ് പറയുന്നത്. അത് അപ്പൊ എന്നിട്ട് നമ്മളത് മൈൻഡ് ആക്കാതിരിക്കുമ്പോ ഉണ്ടല്ലോ, ഇപ്പൊ ഈ 2 ദിവസം തന്നെ നമ്മള് ലേറ്റ് ആയി വന്നാലും നമുക്ക് ലേറ്റ് ആയി വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം, അതുകൊണ്ട് ഒരു പ്രശ്നം നമുക്കില്ല. പക്ഷെ അവിടെ അവര് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു ടീമുണ്ട്. അപ്പം ഞാൻ ഈ ഇതുകൊണ്ട് തന്നെ അതിന് ഞാൻ പ്രതികരിക്കണേ ഇല്ല. അപ്പൊ മറ്റുള്ളവര് എന്താ പ്രതികരിക്കാത്തത്, അവൾക്ക് മനസ്സിലായിട്ടില്ല, അവളൊരു പൊട്ടത്തിയാണ്, അങ്ങനെ ബാക്കിയുള്ളവരും കൂടി അതില് അതങ്ങട്ട് അതങ്ങട്ട് ആഘോഷിക്കുക, അങ്ങനെ ഒരു ടീമുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, എന്നിട്ട് ഞാൻ അവിടെ പറഞ്ഞു, നമ്മളോട് മോശമാക്കാൻ, ഞാൻ EFT ചെയ്യുന്നുണ്ട്, അതിന് നിങ്ങൾ എന്ത് പറഞ്ഞാൽ നിങ്ങൾ നെഗറ്റീവ്സ് ഉള്ളവർ നെഗറ്റീവ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ അതിനെ എഫക്ട് ചെയ്യില്ല എന്നാണ് പറഞ്ഞു. അതോട് പിന്നെ മിണ്ടാതിരുന്നു. യെസ്, അത്രേ ഉള്ളൂ. അതായത് നമ്മള് ഈ പറഞ്ഞ പോലെ വിഷമിച്ചിരിക്കുമ്പോ അതിന് എന്തെങ്കിലും അതിലൊരു റീസൺ ഉണ്ടാവും. ഇനി വിഷമിക്കൊന്നുമില്ല, നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് നിന്ന് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ പറയുന്നവർക്ക് എന്തെങ്കിലും കാരണം പറയാനുണ്ടായിരിക്കും. അപ്പൊ ഇത് നമ്മളിലേക്ക് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിലേക്ക് ഇത് വരാൻ പോകുന്നില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതെല്ലാം അവര് നിർത്തിക്കോളും. അല്ല മാം, എത്ര പറയുമ്പോഴും നമ്മളിലേക്ക് നമ്മളിതൊന്നും കേൾക്കുന്നില്ല എടുക്കണമൊന്നുമില്ല. കാണുമ്പോ ഓക്കെ, നമ്മളിലേക്ക് എന്റെ മൈൻഡിലേക്ക് അവര് പറഞ്ഞോട്ടെ, എന്താ വെച്ചാ പറഞ്ഞോട്ടെ. പക്ഷെ നമ്മളൊന്ന് റിപ്ലൈ കൊടുക്കാഞ്ഞിട്ട് അപ്പൊ പിന്നെയും വേറെ രീതിക്ക് അവള് പൊട്ടത്തിയാണ് ഇത്രയും പറഞ്ഞിട്ട് അവൾ അതിന് പ്രതികരിക്കണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ലെവലിലേക്ക് കൊണ്ടുപോവാ. അത് ഞാൻ അപ്പൊ അവിടെ റിപ്ലൈ കൊടുത്തു, നിങ്ങൾ മറ്റൊരു എന്ത് തരത്തില് നെഗറ്റീവ്. നമ്മളെ തളർത്താൻ നോക്കുകയാണ്. അതെ, ആടെ ഒരു റിപ്പോർട്ടിന്റെ രീതിക്ക് നമ്മൾ തളരുന്നില്ല എന്ന് കാണുമ്പോൾ മറ്റൊരു രീതിയിൽ നമ്മളെ തളർത്താൻ നോക്കുകയാണ്. അപ്പൊ ഇതൊന്നും എന്നെ ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ള അപ്പൊ ഞാൻ രീതിയിൽ നമ്മൾ സ്ട്രോങ് കൃത്യമായിട്ട് ആയിട്ട് അവിടെ റിപ്ലൈ നിൽക്കുമ്പോ കൊടുത്തു. യെസ് നിങ്ങൾ എത്ര നെഗറ്റീവ്സ് എടുത്താലും അതിന്റെ തലേക്ക് ഞാൻ കയറ്റൂല, അതിന് ഞാൻ EFT എടുക്കുന്നുണ്ട് പറഞ്ഞു. അതോടെ പിന്നെ ഒന്നും യെസ് മിണ്ടിയില്ല. കൂടെ 2 വരി യെസ് കവിതയും കൂടി കൊടുത്താൽ മതി. ചിലരോ ക്ഷമിക്കും നീതക്കും മൂടന, ഇല്ലിന്റെ പുറകോട്ടുള്ള മാറ്റം എന്തിനാ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സന്തോഷം. ഇല്ലേ, ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് വേണ്ടത്. ആരെന്ത് പറഞ്ഞാലും ഇതൊന്നും നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ള, നമ്മളെ തളർത്താൻ അവരെന്തെങ്കിലും കാരണം ഉണ്ടായി. നമ്മൾ സ്ട്രോങ് ആയി നിൽക്കുമ്പോൾ വീണ്ടും വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കും. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാ. അപ്പൊ നമ്മൾ എന്നാ സ്ട്രോങ് ഒരു ആയി കാര്യം കഴിയും സൈലന്റ് ആയി മറ്റൊരു നിൽക്കാൻ കാര്യം പറ്റിയത് അത് സൈലന്റ് ആയി പിന്നെ നിൽക്കുക. തിരിച്ച് പറയേണ്ട പിന്നെ കാര്യം എന്താ അത് തിരിച്ച് പറയാ. പറഞ്ഞറിയോ ഓള് EFT ആണ്. എങ്ങനെ അത് പറഞ്ഞ എങ്ങനെ നെഗറ്റീവ്സ് ആണ് നമ്മളെ മനുഷ്യന്മാര്. അതുണ്ടാവും, അവര് അങ്ങനെ ഒരു പറഞ്ഞുകൊണ്ടേയിരിക്കും. ഭാഗം ഉണ്ടാവും. ഒരു കാര്യം കഴിയുമ്പോൾ അവർ യെസ്, മറ്റൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ടാപ്പ് ചെയ്താൽ മതി. അവർ മാറി എന്ന് പറഞ്ഞ് നമ്മൾ ടാപ്പ് ചെയ്ത് നോക്കൂ, അവർ ഓട്ടോമാറ്റിക് മാറും. ടാപ്പ് ചെയ്ത് കുറച്ച് നോക്കൂ. ആ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് സമയത്ത് ആയിട്ട് ഇതെല്ലാം ഓക്കെ മാറുന്നത് ഓക്കെ, കാണാൻ ഞാനും പറ്റും. പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ എന്നിട്ടിപ്പോ ഇന്നത്തെ ടാപ്പ് ചെയ്യൂ. ലിങ്ക് ഞങ്ങളെ ഗ്രൂപ്പിലിട്ടു. അവര് മാറുന്ന് പറഞ്ഞ് അതില് നമ്മൾ ടാപ്പ് ചെയ്ത് നോക്കൂ. നമ്മൾ ടാപ്പ് ചെയ്ത് കുറച്ച് ദിവസം നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ അവർ തന്നെ ആ അവയർനെസ് മാറുന്ന നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ഒരു സ്കൂളാകുമ്പോൾ കുറെ ടീച്ചേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഓഫീസ് ആകുമ്പോൾ കുറെ ആൾക്കാർ ഉണ്ടാവും. എനിക്കും ഉണ്ടാവും അറിയാം, ഉണ്ടാവും. ചെയ്തുകൊണ്ട് പറയാണ്. അപ്പൊ നമുക്ക് അവിടെ നമുക്ക് നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാവും, അത് ആവർത്തിച്ച് വരും. അതെ ഒന്ന് അതെ കഴിയുമ്പോൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇറ്റ്സ് യെസ്, ഓക്കെ, അതെ ഇറ്റ്സ് അതെ. ഓക്കെ. അതുതന്നെ ഇറ്റ്സ് ഓക്കെ ചെയ്ത് നമ്മൾ അവരറിയാതെ തന്നെ നമ്മൾ കയ്യിൽ മെല്ലെ ഒന്ന് ടാപ്പ് ചെയ്ത് ടാപ്പ് നോക്കൂ. ചെയ്തോണ്ടിരിക്ക. ആ അല്ല, അന്തരീക്ഷം എനിക്ക് ഓട്ടോമാറ്റിക് ആയി പ്രതീക്ഷയുണ്ട്, ചേഞ്ച് ചെയ്യും. എനിക്ക് ഉറപ്പുണ്ട് EFT എന്താന്ന് ചോദിച്ചാൽ അവിടെ ഇങ്ങോട്ട് വരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് യെസ്, തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ ഒരു വിശ്വാസം ഉണ്ടായാൽ മതി. ഈ പറഞ്ഞ പോലെ കുറച്ചു കാലം സമയമൊക്കെ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും കുറച്ചു കഴിഞ്ഞാൽ അവരെല്ലാം നമ്മളിലേക്ക് തന്നെ വരും, ഇതെല്ലാം മനസ്സിലാക്കും എന്നുള്ള വിശ്വാസം ഉണ്ടാവും. എത്ര നാൾ ഇതൊക്കെ മുന്നോട്ട് പോകും? ഒരിക്കലും ഇല്ല. നമ്മൾ ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് നിന്ന് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് തന്നെയാണ്, ആ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. നമ്മളിലുള്ള ഉറച്ച വിശ്വാസം നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടാവണം, നമ്മുടെ കൂടെ ഉണ്ടാവണം. ഓക്കെ, തന്നെ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ അല്ലെങ്കിൽ മറ്റുള്ള അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടോ?
ഓക്കെ ആണെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ സെഷൻ, ഇന്നത്തെ ടോപ്പിക് നല്ല രീതിയിൽ നമ്മൾ അവതരിപ്പിച്ചു. അതുപോലെ നല്ല ഇന്ററാക്ഷൻസ് നടന്നു. ഒരുപാട് സന്തോഷം. നല്ല ഇന്ററാക്ഷൻസ് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. മറ്റൊരു നല്ലൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത സെഷനിൽ വീണ്ടും കാണാം. നേരത്തെ ആരോ ഒരു കവിത ചൊല്ലിയില്ലേ? ആ കവിത വരി ഒന്ന് ഞാൻ ശരിക്കും കേട്ടില്ല. ആ വരി ഒന്ന് എഴുതാൻ പറയോ? അല്ലെങ്കിൽ ഒന്നും കൂടി പറയാൻ പറയോ? ആരോ അവര് കവിത ലീവായി പോയി തോന്നിട്ടുണ്ട്. പോയോ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് സെഷനിൽ അവരെ കാണുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ചോദിക്കാം. നല്ലൊരു കവിത തന്നെ ആയിരുന്നു. വളരെ നല്ല നല്ല കവിതയായിരുന്നു. ക്ലാസ്സായിരുന്നു, വളരെ നല്ല ക്ലാസ്സായിരുന്നു. ഇതിൽ കുറെ കാര്യങ്ങൾ നല്ല കവിതയായിരുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു. നല്ല അവയർനെസ് കിട്ടി. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ഇഫക്റ്റീവ് ക്ലാസ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, നല്ലൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത സെഷനിൽ വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സ്ട്രോങ് ആയിരിക്കുക, നെഗറ്റീവ് കാര്യങ്ങളെല്ലാം നമ്മളിൽ നിന്ന് മാറ്റി പോസിറ്റീവ് ആയിട്ടിരിക്കുക. സ്റ്റേ പോസിറ്റീവ്. ഓക്കെ, നല്ലൊരു ദിവസങ്ങൾ, നല്ലൊരു ദിനം നേരുന്നു. ഹാവ് എ നൈസ് ഡേ, വണ്ടർഫുൾ ഡേ. താങ്ക് യു സോ മച്ച്. താങ്ക് ബൈ യു ബൈ. മാം. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.